നിങ്ങൾ എന്താ റീപ്രൊഡക്ഷന്റെ കിങ് ആണോ? നിങ്ങൾക്ക് റീപ്രൊഡക്ഷൻ വേണമെങ്കിൽ നിങ്ങൾ വൈഫ്, പിന്നെ എന്താ സ്ത്രീകള്. ஹாய் செல்லம். ஹாய் மா, எப்படி இருக்கீங்க? நல்லா இருக்கேன் ராஜா, நீங்க எப்படி இருக்கீங்க? ரொம்ப சூப்பரா இருக்கேன். ഒരിക്കലും ഇമോഷണലായിട്ട് ഒരു സംസാരിച്ചിട്ടില്ല ക്യാമറയ്ക്ക് മുന്നിൽ, ഒരിക്കലും കണ്ണ് നിറഞ്ഞിരുന്നിട്ടില്ല. പക്ഷെ ഇപ്പൊ കണ്ണിൽ തന്നി വന്നു. എനിക്ക് ഭയങ്കര ഹർട്ടായ ഒരു സംഭവമാണ്. ലിറ്ററലി ഷീസ് ക്രൈ. അവരെന്തുകൊണ്ട് അങ്ങനെ ഒരു സിനിമ അഭിനയിക്കാൻ പോകേണ്ടി വന്നു? ആരാണ് അങ്ങനെ ജനിക്കുന്നത്? ആരെങ്കിലും ഒരു പോൺ ആക്ട്രസ് ആയിട്ട് ആരും ജനിക്കുന്നില്ല. അപ്പം അവരുടെ ലൈഫിലുണ്ടായ ഒരു വലിയ ഇൻസിഡൻറ്റ്, അവർ സൂയിസൈഡിലേക്ക് പോയി. ഇതിന്റെ മേലെ ഒരു അലിഗേഷൻ ഉണ്ടായിരുന്നു, പോക്സോ കേസ് എന്നൊക്കെ. എന്നെ ജയിലിൽ കൊണ്ടുപോയിട്ടില്ല, അറസ്റ്റ് ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. ഒരു ഫേക്ക് കേസ് വന്നു, അത് പോലീസ് അന്വേഷിച്ചു, അത് വ്യാജമാണെന്ന് കോടതിക്ക് മനസ്സിലായി, ബെയിൽ തന്നു. എനിക്കെതിരെ ഈ വ്യാജ കേസ് കൊണ്ടുവന്ന ആൾക്കാർ തന്നെ അത് വീണ്ടും വലിയ അലിഗേഷനാക്കി. പക്ഷേ ഇതുപോലെ എന്തെങ്കിലും ഒന്ന് ശത്രുക്കൾ എപ്പോഴെങ്കിലും ചെയ്യുമെന്ന് നമുക്ക് മുൻധാരണ ഉണ്ടായിരുന്നു. കാരണം വളരെ പ്രമുഖമായിട്ടുള്ള ഒരു ആക്ടർ എന്നെ വിളിച്ചു. മുകേഷിന് ആ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവേണ്ടിയൊന്നുമില്ല. നിരപരാധിയായ ഞാൻ 100-ൽ-അടുപ്പിച്ച് ദിവസം ജയിലിൽ കിടന്നു എന്ന് പറയാം. ഇവിടെ ഡേഞ്ചറിൽ ഇരിക്കുന്നത് പെൺകളല്ല, ആൺകളാണ്. നമ്മൾക്കെതിരെ ഒരു അലിഗേഷൻ അത് വ്യാജമാണെന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ, അത് കള്ളമാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ ഫൈറ്റ് ചെയ്യണം. മുകേഷ് നായർ ഐദർ വിത്ത് ഗേൾസ് ഓർ വിത്ത് ലിക്കർ. ബ്ലഡ് കിടക്കുമല്ലേ, അച്ഛൻ നല്ല അടിക്കാറുള്ളതാണല്ലോ, അപ്പം പിന്നെ മകൻ ഓഫ് കോഴ്സ് അങ്ങനെ ആവുമല്ലോ. ഞാനെപ്പോഴും മോളോട് പോലെ തമാശക്കാണെങ്കിലും പറയും, നിനക്ക് എന്തെങ്കിലും 2 അടിക്കണമെന്ന് തോന്നിയാൽ എന്നോട് പറയണം, ഞാൻ തരാം, ഐശ്വര്യമുള്ള കൈയാണ് എന്ന് പറഞ്ഞിട്ട് വെളിയിൽ നിന്ന് ആരും കൊടുത്ത് അടിക്കണ്ടല്ലോ. വെറും 7,990 കിടിലൻ ഓഫറുകൾ ഇടാൻ തുടങ്ങിയപ്പോൾ അത് കിടിലമണിയായിട്ട് 7,990 ഇട്ടിരിക്കുന്നത്. 365 ദിവസം നമുക്ക് ഓഫറുള്ള ഷോപ്പാണ് നിലമ്പൂർ ഫർണിച്ചർ മാർട്ട്, ഷൊർണൂർ, വെട്ടിക്കാട്ടിരി. എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ ഷോ, ദി ഷക്കീല ഷോ. ഇന്ന് നമ്മൾ മീറ്റ് ചെയ്യുന്ന ഒരു പേഴ്സൺ വെരി വെരി സ്പെഷ്യൽ, ദ ഓൺ ആൻഡ് ഓൺലി മുകേഷ് നായർ. നമസ്തേ, ഹൗ ആർ യു? ഓക്കെ മുകേഷ്, എനിക്കൊരു ഫസ്റ്റ് ഒരു അർജൻറ്റായിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കണം. ഈ സോഷ്യൽ മീഡിയ ഓപ്പൺ ചെയ്ത മുകേഷ് നായർ ഐദർ വിത്ത് ഗേൾസ് ഓർ വിത്ത് ലിക്കർ, ഹൗ ആർ യു ബാലൻസിങ് ഇറ്റ്? ബാലൻസിങ് എന്ന് പറയുന്നത് തന്നെ അതിൻ്റെ ഉത്തരവുണ്ട്. നമ്മൾ ബാലൻസ് ചെയ്യുന്നുണ്ട്. രണ്ടും ഒരുപോലെ തന്നെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണല്ലോ. ആണോ? മാധു അങ്ങനല്ല. മദ്യം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ജീവിക്കുന്ന കേരള സംസ്ഥാനത്താണല്ലോ. കേരള സംസ്ഥാനം ഇന്ന് നിലനിന്ന് പോകുന്നത് ഇതിൻ്റെ വരുമാനം ഒന്നുകൊണ്ട് മാത്രമാണ്. ഇതില്ലെങ്കിൽ ഇല്ല, സത്യം. അപ്പോൾ അതൊരു വലിയ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. പിന്നെ അപ്പുറത്തെ സൈഡിൽ സ്ത്രീകളെന്ന് പറയുമ്പം നമ്മൾ എല്ലാവരും വേണമല്ലോ. അപ്പം ജനറ്റിക് ആയിട്ടുള്ള സ്ത്രീകളില്ലെങ്കിൽ പിന്നെ ഒന്നുമില്ലല്ലോ. നോ റീപ്രൊഡക്ഷൻ, നോ നത്തിങ്. സോ രണ്ടും ബാലൻസ്ഡ് ആണെന്നാണ്, അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. സോ നിങ്ങൾ എന്താ റീപ്രൊഡക്ഷന്റെ കിങ് ആണോ? ആൽഫ മെയിൽ എന്തെങ്കിലും ഫീലിംഗ് ഉണ്ടോ? അങ്ങനെ ഒരു ഫീലിംഗ് ഒന്നും. പിന്നെ നിങ്ങൾക്ക് റീപ്രൊഡക്ഷൻ വേണമെങ്കിൽ നിങ്ങൾ വൈഫ് അല്ല റീപ്രൊഡക്ഷൻ. പിന്നെ എന്താ സ്ത്രീകള് അല്ല, നമ്മൾ ജനറലൈസ് ചെയ്ത് പറഞ്ഞതാണ്. ഇപ്പോൾ ഞാൻ മദ്യത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴും ഞാനല്ലല്ലോ ഈ ഹോൾ മദ്യവും കൺസ്യൂം ചെയ്യുന്ന ആൾ. ഞാനതിൻ്റെ 1% താഴെയൊക്കെ ഉള്ളൂ. ബാക്കിയെല്ലാം കൺസ്യൂം ചെയ്യുന്ന ഇവിടുത്തെ ജനങ്ങളല്ലേ. അപ്പം ഇതെല്ലാം അതുപോലെ തന്നെയാണ്. ഇത് രണ്ടും ഞാൻ അങ്ങനെ ജനറലൈസ് ചെയ്ത് പറഞ്ഞതേ ഉള്ളൂ. ഇൻഡിവിജ്വലായിട്ട് അതിനെക്കുറിച്ച് പറഞ്ഞില്ല. ജനറലൈസ് ചെയ്ത് ബാലൻസ് ചെയ്യുന്നത് എങ്ങനെയാണ്, അത്രയേ ഉള്ളൂ. മദ്യം, ഡ്രിങ്ക്സ് കഴിക്കുന്നത് നോട്ട് ഗുഡ് ഫോർ ഹെൽത്ത് അല്ലേ? ഹൗ ആർ യു പ്രൊമോട്ടിങ് ഇറ്റ്? അതെങ്ങനെ പ്രൊമോഷൻ എങ്ങനെയാണ് ചെയ്യുന്നത്? ഞാൻ മദ്യം പ്രൊമോഷനായിട്ട് ചെയ്യാറില്ല. ഞാൻ എൻ്റെ ലൈഫ് സ്റ്റൈൽ വീഡിയോസ് കാണിക്കാറുണ്ട്. എൻ്റെ ലൈഫ് സ്റ്റൈലിൽ ഞാൻ ശബരിമലയിൽ 40 ദിവസം വ്രതം, ആ സമയം പിന്നെ അല്ലാതെ റംസാൻ ടൈം ഇതൊഴിച്ച് ബാക്കി എല്ലാ ദിവസവും മദ്യപിക്കുന്ന ആളാണ്. എവറി ഡേ വിത്ത് ഈ ഒരു 41 days പ്ലസ് റംസാൻ ഫാസ്റ്റിംഗ് ഡേയ്സ്. UAയിലായിരിക്കും റംസാൻ സമയത്തൊക്കെ മിക്കവാറും. അപ്പോൾ നമ്മളെ ഫ്രണ്ട്സ് എല്ലാവരുമായിട്ട് നമ്മൾ ഒരുമിച്ച് ഫാസ്റ്റ് ചെയ്യും. അതുപോലെ ശബരിമല പോകുന്ന സമയത്ത് വ്രതമായിരിക്കും. ആ സമയം വെച്ച് ബാക്കി എല്ലാ ദിവസവും ഞാൻ വെള്ളം അടിക്കാറുണ്ട്. അപ്പോൾ അത് നമ്മുടെ ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമായിട്ട് JD ആണ് എൻ്റെ ഒരു ഇതിൻ്റെ തുടക്കം. അങ്ങനെയാണ്, JDയിൽ നിന്നാണ് തുടങ്ങുന്നത്. ഇപ്പോൾ അവിടെ നിന്ന് തുറുപ്പുകൊല്ലാനിലേക്ക് എത്തിയിരിക്കുന്നു. നമ്മുടേതല്ലേ തുറുപ്പുകൾ. ஸோ நல்ல ஹல்க் மாதிரி இருக்குது, பல்காக இருக்குது. பின்ன எங்கே ட்ரிங்க்ஸும் பின்ன இத்தனைக்கும் யூனோ வாட், யூ ஆர் நாட் ஃபேட், യു ആർ നോട്ട് ഒബേസ്ഡ്, യു ആർ വെൽ ബിൽഡ്. ഇതാണ് എൻ്റെ സ്റ്റേറ്റസ്. നിന്നെക്കുറിച്ച് എന്നെ ചോദിച്ചാൽ ഇത്ര ഡ്രിങ്ക്സും കഴിച്ചിട്ട് അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വാട്ട് കൈൻഡ് ഓഫ് ഫുഡ് യു ടേക്ക്? അല്ല, ഞാൻ ബേസിക്കലി ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം, മദ്യം അമൃതിന് തുല്യമാണെന്നാണ്. കാരണം പക്ഷേ അധികമായാൽ അമൃതമാണല്ലോ ഏറ്റവും വലിയ വിഷവും എന്ന് പറയുന്നത്. അപ്പോൾ എന്ന് പറയുന്ന പോലെ നമ്മളത് മെഡിസിൻ പോലെ കഴിച്ചാൽ വളരെ നല്ലതാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാൻ അങ്ങനെ കഴിക്കാറുള്ളൂ.
ഇതുവരെ ടിൽ ദിസ് മൊമെൻ്റ് വരെ എൻ്റെ ഒരു ബോധം പോയി ആരും എന്നെ കണ്ടിട്ടില്ല, വന്നിട്ടില്ല. അപ്പോൾ അതുവരെ എപ്പോഴും അങ്ങനെ ആയിരിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. ഇതുവരെ നമുക്കറിയില്ലല്ലോ. ബട്ട് ടിൽ നൗ ഞാൻ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള കഴിക്കുന്ന ആളാണ്. ഹെൽത്തി ആയിട്ട് കഴിക്കാൻ നോക്കുന്നത്. ഞാൻ എപ്പോഴും പ്രൊമോട്ട് ചെയ്യുന്നത് മദ്യം എങ്ങനെ ഹെൽത്തി ആയിട്ട് കഴിക്കാം, വിത്ത് ടെൻഡർ കോക്കനട്ട് വാട്ടർ അല്ലെങ്കിൽ ഹണി, പിന്നെ വളരെ ഫ്രൂട്ട് ജ്യൂസസുമായിട്ടൊക്കെ മിക്സ് ചെയ്ത് അങ്ങനത്തെ കുറച്ച് വീഡിയോസൊക്കെയാണ് ഞാൻ പോസ്റ്റ് ചെയ്യുന്നത്. അല്ലാതെ നിങ്ങൾ മദ്യം കുടിക്കണം എന്നല്ല, മദ്യം എങ്ങനെ കുടിക്കണം എന്നുള്ളതിനെക്കുറിച്ചൊരു എഡ്യൂക്കേഷൻ നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിലില്ല. മദ്യം എല്ലാവരും കുടിക്കും, ചുമ്മാ ചിലർ എം ടി സ്റ്റൊമക്ക് കുടിക്കും. ഒരിക്കലും കുടിക്കാൻ പാടില്ല എം ടി സ്റ്റൊമക്ക്. ചിലർ അത് എന്താ പറയുക വേറെ എന്തെങ്കിലുമൊക്കെ ചേർത്ത് കുടിക്കും, നമ്മുടെ കാർബണേറ്റഡ് ഡ്രിങ്ക്സ് തൊട്ട്. ഒരിക്കലും കുടിക്കാൻ പാടില്ല, അതൊന്നും നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നില്ല. പക്ഷേ വളരെ ഹെൽത്തി ആയിട്ട് രസകരമായിട്ട് ഇപ്പം അതിൽ ചില മദ്യത്തിൽ നമ്മൾ ലൈം ചേർക്കാറുണ്ട്. ഇപ്പം ലൈം ചേർക്കുമ്പം അത് കുറച്ചൊന്ന് ന്യൂട്രലൈസ് ചെയ്യും. പിന്നെ അതിൻ്റെ അകത്തുള്ള മോശം കാര്യങ്ങളൊക്കെ പോകും. ലൈക്ക് നമ്മളത് അറിയാമല്ലോ, മീതൈൽ ആൽക്കഹോൾ ആൻഡ് ഈതൈൽ ആൽക്കഹോൾ, അങ്ങനെ പല കാര്യങ്ങളാണ്. പലരും ഇത് തമാശയ്ക്ക് പറയുന്നുള്ളൂ, മീതയിലുള്ള ആൽക്കഹോൾ കളഞ്ഞിട്ട് കീഴയിലുള്ള ആൽക്കഹോൾ കുടിച്ചാൽ വിഷമില്ലെന്ന് പറയും. എന്ന് പറയുന്നത് കുറച്ച് ലൈമൊക്കെ ചേർക്കുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് വേറെ കുറേ കമ്പോണൻസ് ചേർക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഭയങ്കരമായിട്ടുള്ള ചേഞ്ചസ് വരും. നമ്മുടെ ബോഡിയിൽ തന്നെ അത് കൊണ്ടുവരാൻ പറ്റും. ബട്ട് ഇതൊക്കെ ബ്രാൻഡിയിൽ സാധ്യമാണോ? ബ്രാൻഡി ഓഫ് കോഴ്സ് ഇറ്റ്സ് എ ഗ്രേപ്പ് ഡ്രിങ്ക് ആണ്. നല്ല ബ്രാൻഡി ആണെങ്കിൽ യു തിങ്ക് വിത്ത് ബ്രാൻഡി വിത്ത് ലൈം കോർഡിയൽ ഓർ ലെമൺ വിൽ അത് കറക്റ്റ്? ബ്രാൻഡിയിൽ കൊണിയാക്ക് എപ്പോഴും നമ്മുടെ കൊണിയാക്കിലെ ഏത് ബ്രാൻഡ് എടുത്താലും അതിൽ ഹണി വിത്ത് ഒരു പിഞ്ച് ഓഫ് ലൈം ഭയങ്കര ഒരു വേറൊരു ടേസ്റ്റ് തരും. ബ്രാൻഡി ഇറ്റ്സെൽഫ് ഒരു ഗ്രേപ്പ് ഡ്രിങ്ക് ആണ്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് സിട്രിക് ആസിഡ്. എവറിബഡി അഫോർഡ് കൊണിയാക്ക്? അത് പാടാണ്, കൊണിയാക്ക് അഫോർഡ് ചെയ്യാൻ പാടാണ്. ബട്ട് നമ്മളുടെ ഇന്ത്യയിൽ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള മേജർ നല്ല ബ്രാൻഡുകളെല്ലാം ഗ്രേപ്സിൽ നിന്ന് ഉണ്ടാക്കുന്നതാണ്. കൊണിയാക്ക് എന്ന് പറയുന്ന ഫ്രാൻസിലുള്ള ഒരു സ്ഥലമാണ്. ആ സ്ഥലത്തു നിന്നുണ്ടാകുന്ന സ്പെഷ്യൽ ഗ്രേപ്സ് കൊണ്ട് ഉണ്ടാക്കുന്ന ബ്രാൻഡിയാണ് കൊണിയാക്ക് എന്ന് പറയുന്നത്. കൊണിയാക്ക് ഇറ്റ് സെൽഫ് ഇസ് എ ബ്രാൻഡി. ബട്ട് അതിൻ്റെ അകത്ത് ഏജ് ഉണ്ട്. കൊണിയാക്കിൻ്റെ 80 years. അപ്പൊ ആ ഒരു ഇത് നമ്മുടെ ബ്രാൻഡ് ചെയ്ത് ഇമ്മീഡിയറ്റ് ആയിട്ട് ഗ്രേപ്പ് കൊണ്ടുണ്ടാക്കി എടുക്കുന്നു. ദാറ്റ്സ് ഇറ്റ്. അപ്പൊ നിനക്ക് എന്നെ ഒരു ചോദ്യം കേൾക്കണമെന്ന് തോന്നുന്നില്ലേ? എനിക്ക് ചോദിക്കണമെന്നുണ്ട്. കാരണം ഞാൻ ഇതൊക്കെ പറയുന്നുണ്ടല്ലോ. അല്ല, ചോദിക്കാൻ വരുവരുത്. ഓക്കെ, അതല്ല പിന്നെ ചോദിക്കണം. ഓക്കെ, സോ എത്ര നിങ്ങൾ ഡ്രിങ്ക് അഡ്വൈസബിൾ? ഒരാളുടെ ബോഡി വെയിറ്റ് എത്രയാണോ അത്രയും കഴിക്കാം എന്നുള്ളതാണ്. ആരോഗ്യപരമായി കഴിക്കാം. അത് ഡോക്ടേഴ്സ് പോലും അഡ്വൈസ് ചെയ്യുന്നു. നമുക്ക് എത്ര ബോഡി വെയിറ്റ് ഉണ്ടോ അത്രയും ml ഓഫ് ആൽക്കഹോൾ നമുക്ക് കഴിക്കാമെന്നാണ് പറയുന്നത്. അത് ഒരിക്കലും ഒരു അൺഹെൽത്തി അല്ലെന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ പലരും, ഞാൻ ഉൾപ്പെടെ, ഞാൻ അതിൻ്റെ ഇരട്ടിയോ 3 ഇരട്ടിയോ കഴിക്കാറുണ്ട്. പക്ഷേ എങ്കിലും അത് റെഗുലേറ്ററാണ്. പക്ഷേ പലരും കഴിക്കുന്നത് അതിൻ്റെ 10 ഇരട്ടിയോ 20 ഇരട്ടിയോ ആണ്. അവിടെയാണ് അതിൻ്റെ അപകടം. ഇവനൊരു 5 ഇരട്ടി വരെ കഴിച്ചാൽ പോലും പ്രോബ്ലം ഇല്ല. ഇപ്പം ഡെയിലി അതിൻ്റെ ഒരു 10 ഇരട്ടിയൊക്കെ കഴിച്ചാൽ ലിവറൊക്കെ എപ്പോൾ അടിച്ചു പോയെന്നിട്ട്. ഭക്ഷണം എങ്ങനത്തെ ഭക്ഷണം? ഫുഡ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എപ്പോഴും സീ ഫുഡ് ലവറാണ്. ഏറ്റവും കൂടുതൽ കഴിക്കുന്ന സീ ഫുഡാണ്. പിന്നെ ഞാൻ ഭക്ഷണം കഴിക്കുമ്പം റൈസ് ഭയങ്കര കുറച്ചും ചോറിന് പകരം മീനിന് പകരം ചോറും കഴിക്കുന്ന ആളാണ്. അപ്പം ഏറ്റവും കുറച്ച് ചോറും അങ്ങനെയുള്ള കാർബോഹൈഡ്രേറ്റ്സ് വളരെ കുറച്ച് കഴിക്കാറുള്ളൂ. അതുപോലെ വർക്കൗട്ട് ചെയ്യുന്നു. ഇനി എത്ര എന്തൊക്കെ ലേറ്റായിട്ട് പോയി കിടന്നുറങ്ങിയാലും അല്ലെങ്കിൽ എത്ര അടിച്ച് ഫിറ്റായിട്ട് പോയി കിടന്നാലും അടുത്ത ദിവസം രാവിലെ എണീറ്റ് വർക്കൗട്ടിന് പോകും. ഇന്നിപ്പോൾ ഇവിടെ ട്രാവൽ ചെയ്ത് വന്നെങ്കിൽ രാവിലെ ഞാൻ വർക്കൗട്ടിന് പോയിട്ടാണ്. ആ ഒരു കാര്യം ഞാൻ മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. ഓക്കെ മുകേഷ്, ഇപ്പോൾ നമുക്ക് ഏർലിയർ ടൈംസ് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറൽ ആയപ്പോൾ എല്ലാവരും നിങ്ങൾ അവർ മോഹൻലാൽ ലേറ്റനോട് കമ്പയർ ചെയ്താണ് പറഞ്ഞത്. പർപ്പസ് ആയിട്ട് അങ്ങനെ ക്രിയേറ്റ് ചെയ്തോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റൈൽ അങ്ങനെയാണോ? ഞാൻ കോളേജ് പഠിക്കുമ്പോൾ വളരെ ആക്റ്റീവായിരുന്നു മിമിക്രി മോണോ ആക്ടിൽ. അപ്പോൾ ആ സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ ഇമിറ്റേറ്റ് ചെയ്തത് ലാൽ സാറിനെയാണ്. ഈ ഫിഗർ ഷോസിനൊക്കെ പോകുമായിരുന്നു. ലൈക്ക് ഫോർ ഏണിങ് പോക്കറ്റ് മണി, നമ്മൾ അതായിരുന്നു നമ്മുടെ മെയിൻ ഒരു സോഴ്സ് ഓഫ് ഇൻകം. ആ സമയത്ത് നമ്മൾ ആ ഒരു ഫിഗർ എപ്പോഴും പിടിച്ചു വെച്ചിരിക്കും. പെട്ടെന്ന് പോയി സ്റ്റേജിൽ കയറി ഡ്രസ്സ് മാറി മീശ ഒന്ന് ട്വിച്ച് ചെയ്ത് പിന്നെ റൈവൻ ഗ്ലാസ് വെച്ചാൽ ലാൽ സാറിന് കിട്ടണം. അപ്പോൾ ആ ഒരു ഫിഗർ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിരിക്കുക, എളുപ്പം ഒത്തിരി ഇതാവാനുണ്ട് ട്രാൻസ്ഫോർമേഷനായിട്ട്. അപ്പോൾ ആ ഒരു ഇതിന് വേണ്ടിയിട്ട് അങ്ങനെ കീപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഓഫ് കോഴ്സ് ഒരു പരിധി വരെ നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ ഒരു ഡെയിലി ഇതിൽ ഉള്ളതുകൊണ്ട് ചിലപ്പം അങ്ങനെ ആൾക്കാർക്ക് തോന്നുന്നതായിരിക്കും. അദ്ദേഹത്തെ നമുക്ക് ഒരിക്കലും പൂർണ്ണമായി അനുകരിക്കാനോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരാളെ അല്ല അദ്ദേഹം. അതിന് നേരിട്ട് അറിയാവുന്ന ആളാണ്. അത് ഞാൻ ഏരീസിൽ ജോലി ചെയ്ത സമയത്ത് നമ്മൾ അദ്ദേഹത്തിൻ്റെ സ്റ്റുഡിയോ മേടിക്കുന്നത്, ഏരീസ് വിസ്മയ മാക്സ്. അപ്പോൾ ആ സമയത്ത് അതിൻ്റെ ടേക്ക് ഓവറും അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് അദ്ദേഹത്തെ ഒരുപാട് പ്രാവശ്യം മീറ്റ് ചെയ്യാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, താങ്കളെ ഫിഗർ കാണിച്ചിട്ട് ഒരുപാട് പോക്കറ്റ് മണി ഉണ്ടാക്കിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞ? അപ്പോൾ പുള്ളി പറഞ്ഞാൽ അതിൽ നിന്ന് കുറച്ച് ഷെയർ എനിക്ക് തരാൻ പറഞ്ഞു. പക്ഷെ പറഞ്ഞാണ് വളരെ വയറിൽ 2 ഇടിയൊക്കെ തന്നിട്ട് പറഞ്ഞ്
അതിന് കുറച്ച് ഇത് എനിക്ക് തരണം എന്ന് പറഞ്ഞു. ഓക്കെ. പുള്ളി എപ്പോഴും വിസ്മയ മാക്സ് സ്റ്റുഡിയോ വരും. ഇപ്പോഴും പുള്ളിയുടെ മേജർ മൂവീസ് എല്ലാം ഡബ് ചെയ്യുന്ന അവിടെയാണ്. പുള്ളിക്ക് കംഫർട്ടാണ് അവിടെ, ഭയങ്കര കംഫർട്ടാണ്. പുള്ളിയുടെ മേജർ മൂവീസ് എല്ലാം അവിടെ തന്നെയാണ് പുള്ളി ചെയ്യുന്നത്. ഓക്കെ. പുള്ളിയുടെ ഓൺ സ്റ്റുഡിയോ ആയിരുന്നതുകൊണ്ട് പുള്ളിക്ക് പിന്നെ പേരിൽ അദ്ദേഹത്തിൻ്റെ മകളുടെ പേരല്ലേ, അത് നമ്മളത് എടുക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ ഒരൊറ്റ ഇപ്പോൾ പിടിവാശിയ പേര് ചേഞ്ച് ചെയ്യരുതെന്നുള്ളതാണ്. ട്രിവാൻഡ്രത്തും കൊച്ചിയിലും ഇതുവരെ നമ്മളത് എരീസ് വിസ്മയ മാക്സ് എന്ന് മാത്രമേ വെച്ചിട്ടുള്ളൂ. അത് അദ്ദേഹത്തിൻ്റെ മോളോടുള്ള സ്നേഹം. സൂപ്പർ. ഇപ്പോൾ യു ആർ മാക്സിമം നിങ്ങൾ ദുബായിൽ ഉണ്ടല്ലോ. ദുബായിലാണ് എൻ്റെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ. ഇപ്പോൾ എല്ലാവർക്കും തന്നെ ഒരു ഇൻഫ്ലുവൻസർ എന്നുള്ള നിലയ്ക്ക് അറിയാവും. എൻ്റെ ബിസിനസ് ശരിക്കും അത് മക്കൾക്ക് എല്ലാവർക്കും അറിയണം. സോ ഐ വോണ്ട് ടു നോ എന്തോ അത് അവിടെ എന്തിന്. അല്ല, അവിടെ എൻ്റെ കമ്പനിയുടെ ഞാൻ വർക്ക് ചെയ്തിരുന്ന ഏരീസ് എന്ന് പറഞ്ഞ കമ്പനിയിലാണ്. ഒരു 6-7 ഇയേഴ്സ് ഏരീസിലായിരുന്നു വർക്ക് ചെയ്തത്. അപ്പോൾ അവിടെ നിന്നിട്ട് ഞാൻ സോഷ്യൽ മീഡിയയിൽ ബിസി ആയപ്പോൾ ഞാൻ റിസൈൻ ചെയ്തു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എൻ്റെ റെസിഗ്നേഷൻ ഇതുവരെ അദ്ദേഹം ഒരു കൺസൾട്ടൻ്റായിട്ട് കീപ്പ് ചെയ്തിട്ടുണ്ട് ഏരീസിൽ. അപ്പോഴാണ് ഞാൻ യൂറോപ്പ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു സ്പിരിറ്റ് കമ്പനിയായിട്ട് ജോയിൻ ചെയ്യുന്നത്. അവരുടെ ഒരു 3 പ്രൊഡക്ട്സ് ഉണ്ട്, ഫ്രം ആംസ്റ്റർഡാം, ഫ്രം ഗ്രീസ് ആൻഡ് ഓൺ ഫ്രം തന്നി. അത് തന്നെ ഇമ്പോർട്ടൻറ്റ്. ഓൺ ഫ്രം സ്കോട്ട്ലാൻഡ്. അപ്പോൾ ആ 3നും കൂടെ ഒരു മലയാളി പേരാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്, തുറുപ്പുകുലാൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ സാധനം നമ്മൾ ഇപ്പം UAE ലോഞ്ച് ചെയ്തു. അപ്പോൾ അതിൻ്റെ CEO ആണ്, ആ കമ്പനിയുടെ CEO ആണ് ഞാൻ. അതെന്ന് പറയുന്നത് നമ്മൾ മലയാളികൾക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്, പക്ഷേ മെയ്ഡ് ഇൻ ഫോറിൻ കൺട്രിയാണ്. ഇപ്പോൾ കേരളത്തിൽ അവൈലബിൾ അല്ല. അപ്പോൾ അതാണ് ഞാൻ ചെയ്തത്. പിന്നെ എനിക്ക് സ്വന്തമായിട്ട് ഫ്രണ്ട്സുമായിട്ട് ചേർന്ന് 2-3 ബാർ, ഒറ്റയ്ക്കല്ല, വിത്ത് ഫ്രണ്ട്സ് നടത്തുന്നു. 2-3 റെസ്റ്റോ ബാസ്. ഇപ്പോൾ നിങ്ങളുടെ ഡ്രിങ്ക് എന്താ ബ്രാൻഡിയാ? ബ്രാൻഡി ഒഴിച്ച് ബാക്കിയെല്ലാം ഉണ്ട്. വിസ്കി ഉണ്ട്, ബ്രാൻഡി ഉടനെ നമ്മൾ ചെയ്യുന്നുണ്ട്. ഫ്രാൻസിലോട്ട് പോകാൻ പോവാം. നമ്മളിപ്പോൾ ചെയ്യുന്നത് വോഡ്ക, വൈറ്റ് റം, പിന്നെ സ്കോച്ച് വിസ്കി, പിന്നെ സിംഗിൾ മോൾട്ട്. ഇപ്പം നെക്സ്റ്റ് 5ാമത്തെ ബ്രാൻഡി ഇറക്കുന്നുണ്ട്. പിന്നെ ഇതൊക്കെ അവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ട്രയൽ ചെയ്ത് എല്ലാവരും ടേസ്റ്റ് ചെയ്ത് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇനി ആരോടും പറയാത്തൊരു കാര്യം ഞാൻ ഈ ഷോയിൽ അമ്മയുടെ അടുത്ത് തുറന്ന് പറയണം, ഐശ്വര്യം ആയിരിക്കട്ടെ എന്നാണ്. മിന്നൽ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു വാറ്റ് ചാരം ഇറക്കാമോ. മിന്നൽ ഒരു ട്രഡീഷണൽ കേരള വാറ്റുണ്ട്, ലൈക്ക് ഫ്രൂട്ട്സ് ഒക്കെ ഇട്ടിട്ട് ഉണ്ടാക്കുന്ന, ഈ പ്രഗ്നൻറ്റ് ലേഡീസിനൊക്കെ കൊടുക്കാറുണ്ട്. ലൈക്ക് കുറേ ഫ്രൂട്ട്സ് ഒക്കെ ഇട്ടിട്ട്, അങ്ങാടി മരുന്നൊക്കെ ഇട്ടിട്ട്, വിത്ത് ലോട്ട് ഓഫ് മെഡിസിൻസ്, 108 അങ്ങാടി മരുന്നിട്ട് ഉണ്ടാക്കുന്ന. അപ്പോൾ അത് നമ്മൾ ഫോറിൻ കൺട്രിയിൽ, നാട്ടിലത് ഇല്ലീഗലാണ്, ചെയ്യാൻ പാടില്ല എന്നുള്ളത്, ബാൻ ചെയ്തതാണ് ലിക്കർ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് ഫോറിൻ കൺട്രീസിൽ. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ 108 അങ്ങാടി മരുന്നിട്ടിട്ട് ഒരു വാറ്റ് ചാരായ മിന്നൽ എന്ന് പറഞ്ഞിട്ട് മിന്നൽ ഈ ഇയർ ഇറക്കും. അതിന് വേണ്ടിയിട്ടുള്ള ഇവിടെ ഇറക്കും. അവിടെ നമുക്ക് അവിടെ അത് റിലീസായി ഇവിടെ കൊണ്ടുവരാം. ബട്ട് വി കനോട്ട് സെൽ ഇൻ ദ ഷോപ്സ്. കൊണ്ടുവരാം, ഡ്യൂട്ടി ഫ്രീയിലൊക്കെ വിൽക്കാം ഇവിടുത്തെ റീജിയണൽ ഷോപ്പ്. കാരണം നമ്മുടെ തുറുപ്പുകുലാന്ന് 70% ആണ് ആൽക്കഹോൾ. അപ്പോൾ ഇപ്പോഴും വേൾഡിൽ ഏറ്റവും ഹയസ്റ്റ് AVB ഉള്ള വൈറ്റ് റം നമ്മുടേതാണ്. നമ്മൾ എന്തെങ്കിലും പിടിക്കുമ്പോൾ വേൾഡ്സ് ഹയസ്റ്റ് ഒക്കെ പിടിച്ചെങ്കിലേ കാര്യമുള്ളൂ. അതുകൊണ്ട് നമ്മൾ അതിൽ പോലും വിട്ടുവീഴ്ച ചെയ്തിട്ടില്ല. ഫോളോവേഴ്സും മില്യൺസ് ഫാമിലി ആയിട്ട് നമ്മൾ എല്ലാവരെയും നമ്മൾ ഫോളോവേഴ്സ് ഞാൻ ഇതുവരെ അങ്ങനെ ക്ലെയിം ചെയ്യാറില്ല. ഞാൻ ഇതുവരെ എൻ്റെ ഒരു പ്രൊഫൈലായിരുന്നു ഫുഡ് ബ്ലോഗറെന്നോ അല്ലെങ്കിൽ വ്ളോഗറെന്നോ ഒന്നും പോലും ഇട്ടിട്ടില്ല. ജസ്റ്റ് എൻ്റെ കാര്യങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പം ഞാൻ ഇപ്പോഴും ക്ലെയിം ചെയ്യുന്നില്ല ഞാൻ നല്ലൊരു വ്ളോഗറാണെന്നോ എന്നല്ല. നമ്മുടെ ലൈഫ് സ്റ്റൈൽ നമ്മൾ ഇടുന്നു, അത് ആൾക്കാർക്ക് ഇഷ്ടപ്പെടും. ഇത് എങ്ങനെ ഐഡിയ കിട്ടി ഈ ലിക്കർ ഇത് ഉണ്ടാക്കി? ആക്സിഡൻ്റലായിട്ട് സംഭവിച്ചു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 6 months ബാക്ക് എനിക്കൊരു ഫേക്ക് കേസ് വന്നായിരുന്നു എൻ്റെ പേരിൽ. അപ്പം ഞാൻ സമയം ദുബായിലാണ്. ആ സമയത്ത് ആക്സിഡൻ്റലായിട്ട് എൻ്റെ ഒരു ഫ്രണ്ട്, ഓസ്ട്രേലിയയിലുള്ള സുഹൃത്ത് ലാൽ എന്ന് പറയുന്ന അദ്ദേഹം എന്നെ വിളിക്കുകയും നമുക്ക് ഇങ്ങനൊരു സാധനം ചെയ്യാമെന്നുള്ള ഒരു ഐഡിയ നമ്മളിപ്പോൾ ഡിസ്കഷനിലുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പറഞ്ഞു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പോയി കാര്യങ്ങളൊക്കെ ഇതിനെക്കുറിച്ച് നോക്കി. അങ്ങനെ ഒരു 6 months കൊണ്ട് ഉണ്ടാക്കിയെടുത്തൊരു സാധനമാണിത്. വളരെ പെട്ടെന്ന് ക്രിയേറ്റ് ചെയ്തൊരു സാധനമാണ്. കാരണം ഇത് വർഷങ്ങളായിട്ട് അവിടുത്തെ ഒരുപാട് കമ്പനികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മളുടേതായ ഒരു ബ്ലെൻഡ് നമ്മൾ പറഞ്ഞു കൊടുത്ത് ഉണ്ടാക്കിച്ചു. അപ്പോൾ അങ്ങനെ ഒരു ഐഡിയ വരാൻ കാരണം എന്ന് പറഞ്ഞാൽ നല്ല ക്വാളിറ്റിയുള്ള, കാരണം നമ്മളിവിടെ പലരും കഴിക്കുന്ന സാധനത്തിൻ്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഭയങ്കര സബ്സ്റ്റാൻഡേർഡ് ആണെന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. കാരണം പലർക്കും ഈ ലിവർ സിറോസിസും അല്ലെങ്കിൽ അങ്ങനെയുള്ള പല അസുഖങ്ങളും ഉണ്ടാകുന്നത് ക്വാളിറ്റി ഇല്ലാത്ത സ്പിരിറ്റ് കൊണ്ട് മദ്യം ഉണ്ടാക്കുന്നുണ്ടാണ്. അപ്പോൾ നമ്മൾ വിചാരിച്ചു ചെറിയ പൈസയ്ക്ക് എന്ന് വെച്ചാൽ ഒരാൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന, അയാളുടെ ബഡ്ജറ്റിന് അല്ലെങ്കിൽ ഫാമിലി ലൈഫിനെ അഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ ചെറിയ പൈസയ്ക്ക് നല്ല ഡ്രിങ്ക് കൊടുക്കണം എന്നുള്ള, അതാണ് നമ്മളുടെ ഒരു ലക്ഷ്യം. അല്ലാതെ മാർക്കറ്റിലേക്ക് ഇറങ്ങി ഇപ്പോൾ 70 ABB തന്നെ ഇറക്കുന്നത് ആൾക്കാർ കുറച്ച് കുടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ സാധാരണ 40 ആണ്. അപ്പോൾ നമ്മൾ എത്ര ഒരു 4 അടിക്കുന്നതിന് മുന്നേ ഇത് 1 അടിച്ചാൽ മതി. അങ്ങനെ. അപ്പം അവൻ്റെ എല്ലാം ഓക്കെയാണ്. ഈ ആവശ്യത്തിനധികം അവർക്ക് വേണ്ട സാധനങ്ങൾ കിട്ടുകയും ചെയ്യും.
ആരോഗ്യം വളരെ നല്ലതായിരിക്കുകയും ചെയ്യും. അത് മാക്സിമം ഡൈലൂട്ട് ചെയ്ത് കഴിച്ചാൽ തന്നെ അതാണ് നമ്മൾ ലക്ഷ്യമിടുന്നത്. അല്ലാതെ റിഫോർമേഷൻ പ്രോഫിറ്റ് ഒന്നും ഇല്ലാതെ നമ്മൾ വളരെ കുഞ്ഞു മാർജിനിൽ ചെയ്യുന്നൊരു. ബട്ട് ഇതൊക്കെ ഇങ്ങനെയാണ് കോമ്പിനേഷൻ എന്നൊക്കെ പറഞ്ഞു കൊടുത്തത് ആരാ, എങ്ങനെ പഠിച്ചത്? അല്ലാതെ നമ്മൾ സ്വന്തമായിട്ട് ഇത് മേടിച്ച് എനിക്ക് ആദ്യം ഇതിൻ്റെ മദ്യത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്ത ഒരാളായിരുന്നു. കുടിച്ച് നോക്കുമ്പം ഭയങ്കര കയ്പും ഇതെങ്ങനെ ആൾക്കാർ കുടിക്കുന്നു എന്നുള്ളതൊക്കെ ആദ്യം കുടിക്കുമ്പോൾ ചിന്തിക്കുമല്ലോ. അപ്പോൾ എൻ്റെ ഫാദറിൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള ബ്രാൻഡായിരുന്നു ജാക്ക് ഡാനിയൽസ് എന്ന് പറയുന്നത്. പുള്ളി കഴിച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ഞാനിത് അപ്പോഴൊന്നും എനിക്ക് ഇതിനോട് വലിയ താല്പര്യമുള്ള ആളല്ല, കാരണം എൻ്റെ ഫാദർ ലിവർ സിറോസിസ് ഒന്ന് മരിച്ച ആളാണ്. പക്ഷെ പുള്ളി ഭയങ്കരമായിട്ട് ഡ്രിങ്ക് ചെയ്യുന്ന ആളല്ല. അൺഫോർച്ചുനേറ്റ്ലി ന്യൂമോണിയ വന്നപ്പം ലിവർ അഫക്റ്റ് ചെയ്ത് മരിച്ച ആളാണ്. അപ്പോൾ ഹെൽത്തി ഡ്രിങ്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരാളുണ്ട്. പക്ഷേ എനിക്ക് അതുകൊണ്ട് തന്നെ ഈ മദ്യത്തോട് ഭയങ്കര ദേഷ്യമുള്ള ഒരാളായിരുന്നു. സത്യം ഭയങ്കരമായ ദേഷ്യമുള്ള ആളായിരുന്നു. അപ്പം ഞാൻ ഏരീസിൽ ജോയിൻ ചെയ്തതിന് ശേഷം ഒരുപാട് ട്രാവൽ ചെയ്യാൻ തുടങ്ങി, ഒരുപാട് രാജ്യങ്ങൾ പോകാൻ തുടങ്ങി. അപ്പോഴൊക്കെ പലയിടത്തും നമ്മളിത് കഴിക്കേണ്ടി വന്നു, ടേസ്റ്റ് ചെയ്യേണ്ടി വന്നു. അങ്ങനെ പിന്നെ അത് ഇതിനോടൊരു ഇഷ്ടം തോന്നി തുടങ്ങി. ബ്ലഡിൽ കിടക്കുമല്ലേ, അച്ഛൻ നല്ല അടിക്കാരനാണല്ലോ, അപ്പോൾ പിന്നെ മകൻ ഓഫ് കോഴ്സ് അങ്ങനെ ആവുമല്ലോ. അപ്പോൾ അത് ബ്ലഡിലുണ്ടായിരുന്നു. അപ്പം അത് പറഞ്ഞ വെച്ച പോലെ തന്നെ ഞാനും അതിനങ്ങ് ഏറ്റെടുത്തു. പിന്നെ JD കൊണ്ടുവന്ന് എനിക്ക് ആദ്യം അതിൻ്റെ കുറച്ചൊരു ചാർക്കോൾ ടേസ്റ്റ് ആയതുകൊണ്ട് ഞാൻ അതിൻ്റെ അകത്ത് കുറച്ച് ഹണി ചേർത്തു, കുറച്ച് ലൈം ചേർത്തു, കുറച്ച് വെള്ളം ചേർത്തു. അത് കഴിച്ചപ്പം ഭയങ്കര സക്സസ് ആയി. ആ കോമ്പിനേഷനിൽ നിന്ന് ജാക്ക് ഡാനിയൽസിൽ നിന്ന് ജാക്ക് ഡാനിയൽ ഹണി എന്ന് പറഞ്ഞ ബ്രാൻഡ് വരെ ഇറക്കി. അങ്ങനെ ഒരു വലിയ സംഭവം. എൻ്റെ ഒരു മിക്സിങ്ങിൽ നിന്ന് ഒരു ഇൻ്റർനാഷണൽ ലിക്കർ കമ്പനി ഒരു പുതിയ ഡ്രിങ്ക് കൊണ്ടുവന്നപ്പോൾ ഞാൻ ആലോചിച്ചു, എന്തുകൊണ്ട് എനിക്ക് സ്വന്തമായിട്ടൊരു ബ്രാൻഡ് കൊണ്ടുവന്നുകൂടെ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാര്യം ഒരു മലയാളിക്ക് എന്തുകൊണ്ട്. അപ്പോൾ അങ്ങനത്തെ കൂടെ പല ചിന്തകളിലൂടെ പോയി ആണ് ഇതുപോലുള്ള മിക്സിങ്ങും ഇതുപോലുള്ള പരീക്ഷണങ്ങളൊക്കെ നടത്തിയത്. എൻ്റെ ഒരു ആത്യന്തികമായ ലക്ഷ്യം ഇത് തന്നെയായിരുന്നു. എന്താ പറയുക, നമ്മളുടെ ഒരു ഓൺ ബ്രാൻഡ് വരണം. അപ്പോൾ അതിന് ഞാൻ പറയാം, എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ലാൽ എന്ന് പറഞ്ഞാൽ അദ്ദേഹം കാരണക്കാരനായി. അപ്പോൾ ഒരാൾ വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല ഇത്. ഒരുപാട് പേരുടെ ഒരു കൂട്ടായ്മയായിട്ട് ഇതിങ്ങനെ ചെയ്ത് എടുത്ത് നമ്മളിത് ആ മാർക്കറ്റിൽ ദുബായിൽ യുണീസെറ്റിൻ്റെ എല്ലാ ഷോപ്പുകളിലും ഈ ഇരിക്കുന്ന ഇന്നേ ദിവസം മുതൽ ഡേ ഇത് എൻ്റെ ലൈഫിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേ ആണ് നമ്മുടെ അടുത്ത് വിചാരിക്കുന്നത്. ഞാൻ ഭയങ്കര ഓസ്പിഷ്യസ് ഡേ ആണ്. അപ്പോൾ ഇന്ന് നമ്മളത് അവിടെ മാർക്കറ്റിൽ എൻ്ററായി. ഇൻസ്റ്റാ ഇൻഫ്ലുവൻസേഴ്സ് ആയിക്കട്ടെ, അല്ല ഈ സോഫ്റ്റ് പോൺ അങ്ങനത്തെ ചെയ്യുന്ന കുട്ടികൾ, റീൽസ് ചെയ്യുന്ന കുട്ടികളുടെ ഒപ്പം നിങ്ങൾ എന്തിനാണ് റീൽസ് എതുക്കാകെ റീൽസ് ചെയ്യുന്നത്? സോഫ്റ്റ് ഫോണല്ല, അവരിനി ഞാനിപ്പം സണ്ണി ലിയോണിയായിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞാനവരൊരു സ്ത്രീയായിട്ട് കാണുന്നുണ്ട്. ഞാൻ റെസ്പെക്റ്റ് ചെയ്യുന്ന ചുരുക്കം ചില സ്ത്രീകളിൽ 10 പേര് പറഞ്ഞാൽ അതിൽ ഷക്കീലാമ്മയുടെ പേരുണ്ട്. അപ്പം നമ്മൾ ആസ് എ വുമൺ നമ്മൾ അവരെ കാണുന്നത് ഓരോരുടെ കാഴ്ചപ്പാടാണ്. എൻ്റെ കാഴ്ചപ്പാടിൽ നമ്മളുമായിട്ട് വർക്ക് ചെയ്യാൻ വരുന്ന അവരെല്ലാവരും എന്താ പറയുക, അത് എനിക്ക് അവരുമായിട്ട് ഒരു 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 വളരെ ഇമോഷണൽ ബാഗേജ് ഉള്ള ആൾക്കാരാണ്. ഇപ്പം അമ്മയുടെ അടുത്ത് എനിക്ക് ഇമോഷണലി അടുപ്പമുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ എല്ലായിടത്തും കീപ്പ് ചെയ്യുന്ന ഒരാളാണ്. നമ്മളായിട്ട് വർക്ക് ചെയ്ത എല്ലാവരും ഇപ്പോഴും എത്രയോ എനിക്കൊന്നൊരു 100+ മോഡൽസുമായിട്ട് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഇപ്പോഴും നമ്മുടെ സുഹൃത്തുക്കളാണ്, ഇപ്പോഴും എല്ലാവരുമായിട്ട് വലിയ സ്നേഹമാണ്. അപ്പോൾ അവരെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മളവരെ കൺസിഡർ ചെയ്യുന്നത്, റെസ്പെക്റ്റ് ചെയ്യുന്നത് ആ രീതിയല്ല. അങ്ങനെ ഗീവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട് എന്നുള്ളത്. അതുകൊണ്ട് അവർക്ക് നിങ്ങൾ ഇഷ്ടം മനസ്സിലായി എനിക്ക്. തീർച്ചയായിട്ടും. ഓക്കെ, ഐ അണ്ടർസ്റ്റാൻഡ്. ആ ഒരു ഇഷ്ടം തിരിച്ചും നമ്മൾ ഡെഫിനറ്റ്ലി യെസ്, ഇഫ് യു റെസ്പെക്ട് മീ ഐ എം ഗോയിങ് ടു റെസ്പെക്ട് യു. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, പക്ഷേ അതൊക്കെ ചെയ്യുമ്പോൾ ഈ ബാഡ് കമൻസിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്? ഇപ്പോൾ ഞാനും നീയും കൂടെ നമ്മ ചോട്ടാ മുംബൈ റീൽസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഐ ഡോണ്ട് തിങ്ക് അതിൽ ബാഡ് കമൻറ്റ്സ് ഞാൻ കണ്ടില്ല. ഈ കുട്ടികളുടെ ഒപ്പം ചെയ്യുമ്പോൾ കുറേ ബാഡ് കമൻറ്റ്സ് വരുന്നുണ്ട്. അത് എങ്ങനെയാ? ഞാനൊരു ക്ലാസിക് എക്സാമ്പിൾ മാഡത്തിൻ്റെ അടുത്ത് പറയാം. ഒരു 6 months മുമ്പ് എനിക്ക് ഒരു ഷീസ് ആൻ സോഫ്റ്റ് പോൺ എന്ന് പറയണ്ട, പോൺ ആക്ട്രസ് ആണ്. നല്ല ആക്ട്രസ് ആയിരുന്നു. പുള്ളിക്കാരി ലൈഫിൽ ആരൊക്കെയോ ചതിച്ചുകൊണ്ട് ഒരു പോൺ ആക്ട്രസ് ആക്കിയത് ലാവണ്യ മാണിക്യം എന്ന് പറഞ്ഞിട്ട്. ഷീ ഹാഡ് മെസ്സേജ് മീ, എൻ്റെ കൂടെ ഒരു റീൽ ചെയ്യാൻ ആഗ്രഹമുണ്ട്, ചെയ്യാമോ എന്ന് ചോദിച്ചു. അപ്പം അതിന് 6 മാസം എടുത്ത റീൽ ചെയ്യാൻ നമ്മൾ കാണാൻ പറ്റിയില്ല. അപ്പോൾ അങ്ങനെ ട്രിവാൻഡ്രത്ത് പുള്ളിക്കാരി ഒരു ഫംഗ്ഷന് വരുന്നു, എന്നെ വിളിച്ചു, ചെയ്യാമെന്ന് ചോദിച്ചു. ഞാൻ പോയി ചെയ്തു. ഞാനൊരു പക്ഷേ കണ്ടതിൽ ഏറ്റവും ബാഡ് കമൻറ്റ്സ് വന്ന വീഡിയോ ലാവണ്യ മാണിക്യമായിട്ടുള്ള വീഡിയോ ആണ് ഞാൻ ഈയിടെ കണ്ടതിൽ. കാരണം അവരൊരു ഹാർഡ് കോർ പോൺ ആക്ട്രസ്. പക്ഷെ ഞാൻ അങ്ങനെ കാണുന്നില്ല. അവർ സച്ച് എ നൈസ് പേഴ്സൺ, സച്ച് എ ജെൻറ്റിൽ വുമൺ. എന്തൊരു നല്ലൊരു സ്ത്രീയാണ് അവർ. ഭയങ്കരമായിട്ട് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരവർ ഇങ്ങനെ ആയിപ്പോയി പറഞ്ഞാൽ അവരൊരു ബോയ് ഫ്രണ്ട് ചതിച്ചു,
അവർ സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തി. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരെ കാര്യം കഴിയുമ്പോൾ വിഷമം തോന്നുന്നു. കാരണം എന്നോട് അവർ പറയുമ്പോൾ അവർ ലിറ്ററലി ഷീസ് ക്രൈ. അപ്പോൾ എൻ്റെ അടുത്ത് ഞാനിങ്ങനെ എൻ്റെ അടുത്ത് ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് അവരെൻ്റെ അടുത്ത് വന്നിട്ട് ആദ്യമായിട്ടാണ് ഒരു മോഡലൊക്കെ നമ്മളടുത്ത് വന്നിട്ട് ഭയങ്കരമായിട്ട് ഹഗ് ചെയ്തിട്ട് എൻ്റെ കാലൊക്കെ തൊട്ട്. ഞാൻ വെച്ചാൽ എന്ത് നീ അപ്പോൾ ഇല്ല ചേട്ടാ, ഞാൻ കുറേ പേരുമായിട്ട് ഷൂട്ടെല്ലാം ചെയ്തിട്ടുണ്ട്, പക്ഷെ അവരാരുമായിട്ട് റീലൊന്നും ചെയ്തിട്ടില്ല. അവർ ആക്ട്രസ് ആണല്ലോ. അപ്പം സച്ച് എ വേ യു ആർ ട്രീറ്റിംഗ് മീ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഭയങ്കരമായിട്ട് ഇമോഷണലി റെസ്പെക്ട് യു ഗേവ് ഹർ. അത് എനിക്കറിഞ്ഞു. അവർ ഭയങ്കരമായിട്ട് അങ്ങ് ഇമോഷണലായി. എനിക്കിപ്പോഴും അവരുടെ മുഖം ഓർമ്മയുണ്ട്. കാരണം ഭയങ്കരമായിട്ട് അവർ കരഞ്ഞു. പിന്നെ എൻ്റെ അടുത്ത് ചോദിച്ചു, ചേട്ടൻ എന്തെങ്കിലും പ്രൊമോഷൻസ് വീഡിയോസ് ചെയ്യുമ്പോൾ ഒരു വീഡിയോസിൽ എന്നെ കൂടെ ആഡ് ചെയ്യാമോ? ഞാൻ ദെൻ ഒരു 1-2 വീഡിയോസിൽ അവർ ആഡ് ചെയ്തു. ഭയങ്കര ആ ഒരു കാര്യത്തിൽ അവർക്ക് ഭയങ്കര ഹാപ്പിയായി. അവർ അതിൻ്റെ അകത്ത് ഈ വരുന്ന 100 കമൻറ്റ്സ് എടുത്താൽ മേ ബി ഒരു 50% നെഗറ്റീവ് കമൻറ്റ്സ് ഉണ്ട്. എബോവ് 50 ഉണ്ടായിരുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷേ ഈ പറയുന്ന കുറേ ഒരു 40% പറയുന്നവരിൽ അത് അക്സെപ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. ആസ് എ വുമൺ നമ്മൾ അവരെ അക്സെപ്റ്റ് ചെയ്യണം. അവരെന്തുകൊണ്ട് അങ്ങനെ ഒരു സിനിമ അഭിനയിക്കാൻ പോകേണ്ടി വന്നു? ആരാണ് അങ്ങനെ ജനിക്കുന്നത്? ആരെങ്കിലും ഒരു പോൺ ആക്ട്രസ്സായിട്ട് ആരും ജനിക്കുന്നില്ലല്ലോ. അപ്പോൾ അവരുടെ ലൈഫിലുണ്ടായ ഒരു വലിയ ഇൻസിഡൻറ്റ്, അവർ സൂയിസൈഡിലേക്ക് പോയി. അവർ 6 മാസം ഹോസ്പിറ്റലിൽ കോമയിൽ കിടന്നു. അതിനുശേഷം തിരിച്ചു വന്നിട്ട് ഇൻഡസ്ട്രിയിൽ നിന്ന് അവർ ഔട്ടാവുന്നു. പിന്നെ ഒരു ഫിലിമിൽ അവർ അഭിനയിക്കാൻ പോകുന്നു. പിന്നെ അത് റിലീസ് ആകുമ്പോഴാണ് അറിയുന്നത് പോൺ മൂവിയാണെന്ന്. പിന്നെ അവരങ്ങായി അവർ മൂവിയിലോട്ട് അങ്ങ് ഇതായി. അത് ഭയങ്കര അത് വളരെ ചെറുപ്പക്കാരിയായിട്ടുള്ള പെൺകുട്ടി. എനിക്ക് ഷീസ് 23 or 24 years. ഭയങ്കര വിഷമമാണ് ഞാൻ ഈയിടെ കണ്ടതിൽ. എന്നെ ഭയങ്കര ഇമോഷണലി ഒരുപാട് ഡ്രാഗ് ചെയ്ത ഒരു ഭയങ്കര സാധനമാണ്. അതെനിക്ക് മറക്കാൻ പറ്റാത്തൊരു അനുഭവമാണ് എൻ്റെ ലൈഫിൽ. കാരണം അവർ ഈ ഷൂട്ടെല്ലാം കഴിഞ്ഞ് പോകുന്നതിന് മുമ്പ് എൻ്റെ അടുത്ത് അത്ര എമോഷണലായിട്ട് സംസാരിച്ചിട്ടാണ് പോയത്. അതൊരു ഒരിക്കലും മറക്കാൻ. അവർ ചെന്നൈ ബേസ്ഡ് ആണ്. അവരുടെ മൂവീസ് എല്ലാം കൂടുതൽ ഷൂട്ടിങ് ചെന്നൈയാണ്. അവർ മറ്റേ ഇതാണല്ലോ, മറ്റേ വെബ് സീരീസ് പോലെയാണല്ലോ ഇപ്പം മൂവീസ്. OTT-യിലാണല്ലോ മൂവീസ് വരുന്നത്. OTT അവരുടെ സ്വന്തം OTT ആണ് അവർ ചെയ്യുന്നത്. നല്ലൊരു, ഞാൻ പറഞ്ഞില്ല, എല്ലാവരും കാണുന്നത് കൺസിഡർ ഹെർ ആസ് എ പോൺ ആക്ട്രസ് എന്നാണ്. പക്ഷേ ഐ കൺസിഡർ ഹെർ ആസ് എ ജെൻറ്റിൽ വുമൺ, സച്ച് എ നൈസ് വുമൺ. ഭയങ്കര നല്ല സ്ത്രീയായിട്ട് ഞാൻ റെസ്പെക്ട്ഫുള്ളി പറയുന്നു. ദാറ്റ് ഈസ് ദ പ്രോബ്ലം. ഇവിടെ എല്ലാവരും ലേഡീസിനെടുത്താൽ they give us one name, one tag, or one, chapa for us. She's a porn artist, she's a soft porn movie artist. അപ്പോൾ എങ്ങളുടെ ഒപ്പം നടിക്കുന്ന ആക്ടർ എന്താ പറയണം? മാം, അത് തന്നെയാണ് എൻ്റെയും ചോദ്യം. ഇപ്പോൾ അവർ മാത്രം പോൺ ആക്ട്രസ് ആയിട്ട് പറയുന്നു, പക്ഷേ അവരെ കൂടെ അഭിനയിക്കുന്ന ആണുങ്ങൾ ആക്ടർ, വെറും ആക്ടർ എന്നുള്ളതാണ് പറയുന്നത്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഈ വീഡിയോ ചെയ്ത സമയത്ത് ഒരുപാട് പേഴ്സണലി എൻ്റെ കൂടെ വീഡിയോ ചെയ്ത പല മോഡൽസും എന്നോട് എതിർപ്പ് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ലാവണ്യ മാണിക്യ വീഡിയോ ചെയ്തത് ശരിയായില്ല എന്ന് പറഞ്ഞവരുണ്ട്. ഞാൻ പറഞ്ഞു, അതെൻ്റെ ഒരാളുടെ അവരൊരു സ്ത്രീയാണ്, അതെൻ്റെ ഇഷ്ടമല്ലേ അവരുമായിട്ട് ചെയ്യുന്നത്. നമ്മളൊരു വീഡിയോ ചെയ്തെന്ന് പറഞ്ഞിട്ട് അവരുമായിട്ട് നമ്മൾ ചെയ്ത ഒരു സിനിമയുടെ ഒരു ചെറിയ സോങ് സീക്വൻസ് എങ്ങാണ്ടാണ്, വസീകര എന്തോ ആണ്. അവർ പറഞ്ഞു വസീകര ചെയ്യാമെന്ന് പറഞ്ഞു. ഓക്കെ, നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. ചെറിയൊരു 30 second റീലാണ് ചെയ്തത്. അത് ഒബ്വിയസ്ലി ഗോട്ട് മില്യൺസ്. അപ്പോൾ അത് പക്ഷേ പലരും നമ്മളെ കൂടെ ചെയ്തിട്ടുള്ളവർ പലരും നേരിട്ട് എതിർപ്പ് പറഞ്ഞില്ലെങ്കിലും പലരോടും പറഞ്ഞതായിട്ടും അല്ലെങ്കിൽ ചിലരൊക്കെ നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഞാൻ അവരോടും പറയുന്നത് നിങ്ങളെപ്പോലുള്ള ഒരു സ്ത്രീയാണ് അവർ. അവർക്ക് പ്രത്യേകിച്ചൊന്നും ഇല്ല അവരുടെ ജീവിതത്തിൽ. അവരങ്ങനെ നമ്പർ ഉണ്ടോ ലാവണ്യ? പിന്നെ തീർച്ചയായിട്ടും നമുക്ക് സംസാരിക്കാമോ? ഓ തീർച്ചയായിട്ടും, വിളിക്കണോ? ഇവിടെ വെച്ച് വേണമെങ്കിലും വിളിക്കാം. എൻ്റെ ഫോണൊന്നും തരുമോ? ഞാൻ വിളിക്കാമല്ലോ. ലാവണ്യ എനിക്ക് ആദ്യം വെച്ച മെസ്സേജ് ഇപ്പോഴും കിടപ്പുണ്ട്. കാരണം ഒരു 6 months ബാക്കാണ് ആദ്യമായിട്ട് എനിക്ക് മെസ്സേജ് അയക്കുന്നത്. പഴയ സൺ ടി വി, സ്റ്റാർ തമിഴ്, അങ്ങനത്തെ കുറേ ചാനലിൽ. ഹലോ ലാവണ്യ, எப்படி இருக்கு? நல்லா இருக்கு. நானே கொச்சியில் இருக்கு, ஒரு இன்டர்வியூல இருக்கு இப்போ. ஓகே. അവിടെ யாரு கூட பேசிட்டு இருக்குன்னு தெரியுமா? என் கூட பேசிட்டு இருக்கிறது ஷக்கிலாமா. ஓகே ஓகே. இப்போ எடுத்துட்டு இருக்கீங்களா? எடுத்துட்டு இருக்கேன், லைவா போயிட்டு இருக்கு. ഞാൻ உங்களை பற்றி கேட்டேன்னு சொல்லுங்க. அல்ல ஒரு மினிட், நான் உங்களை பற்றி அவரோட சொல்லியாச்சு. இந்த இன்டர்வியூ லைவாக போயிட்டு இருக்கு. அப்போ நம்ம வீடியோ ரீல்ஸ் அதை பற்றி எல்லாம் சொல்லியாச்சு. அப்போ அவர் പറഞ്ഞ ஒரு வாட்டி உங்கள் கூட பேசினாங்க, அதுக்காக நான் ஃபோன் பண்ணேன். நான் கொடுக்கட்டுமா? கொடுங்க. ஓகே.
ஹாய் செல்லம். ஹாய்மா, எப்படி இருக்கீங்க? நல்லா இருக்கேன் ராஜா, நீங்க எப்படி இருக்கீங்க? ரொம்ப சூப்பரா இருக்கேன். உன்னை பத்தி குக் வித் கோமாளில இருந்து உங்களோட பெரிய 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 ஃபேன் ஆயிட்டு நானு. தேங்க்யூ டார்லிங், தேங்க்யூ. சென்னையில் தான் இருக்கியா? இல்லம்மா, இப்ப கொச்சியில இருக்கு. இப்போ கொச்சின்ல இருக்கியா? ஆமா, ஓகே ஓகே. எப்போ போகிற சென்னை? போகணுமா, இங்க ஒர்க் எல்லாம் பாக்குறேன், ஃபேமிலி அங்க இருக்காங்க. சென்னை வந்தால் நீ என்னை கண்டிப்பாக கூப்பிடணும். உன்னை பற்றி அவர் உன் கூட பிறந்தவரான்னு கூட எனக்கு தெரியல. கூட பிறந்தவங்க இந்த காலத்தில் வருத்தப்படுவாங்களான்னு தெரியல. அவ்வளோ நல்லா சொல்கிறார் உன்னை பற்றி. ஐயோ, நீ எதுக்கும் கவலைப்படாத, அம்மான்னு கூப்பிட்டல, நானும் இருக்கேன். நம்ம கண்டிப்பாக ஒரு நாள் சந்திக்கலாம். உன் நம்பர் உங்ககிட்டயும் பாலா கிட்டயும் எப்பயுமே உங்களை பத்தி கேட்டுட்டே இருப்பேன் நானு. இப்போ புகழ் பாலெல்லாம் தெரியுமா? நான் அசிஸ்டன்ட் டைரக்டரா ஒர்க் பண்ணேன் விஜய் டிவில. தமிழும் சரஸ்வதியும் சீரியல் நடிச்சிருக்கேன் நானு. ஓ அச்சா அச்சா, அதான். ஓகே ஓகே ஓகே. அப்ப அந்த கேம் ஷோக்கு வரும்போது பக்கத்துல உங்க செட் போயிட்டு இருக்கோம். நான் அப்ப கேட்பேன் அவங்கள்ட்ட, நான் கேட்டேன்னு சொல்லுவேன். அப்படியா? அப்போ நம்ம பசங்களுக்கெல்லாம் தெரிஞ்ச குழந்தை தான் நீ. தெரியும் தெரியுமா. சந்தோஷம் சந்தோஷம். நம்ம சென்னைக்கு வந்தோடனே, நான் இங்கே 2 நாள் தான் இருக்கேன். சென்னைக்கு வந்தோடனே நான் உன்னை கண்டிப்பாக மீட் பண்ணுறேன். கண்டிப்பா கண்டிப்பா. ஓகே, டேக் கேர், ஆல் தி பெஸ்ட். தேங்க்யூமா, தேங்க்யூ. எல்லாம் உங்க பிளெஸிங்ஸ். தேங்க்யூ. ஒரு நிமிஷம். ஓகே, நீங்கள் கொச்சியில் இருக்கா இப்போ? ஆமாம். ஓகே ஓகே ஓகே. அப்போது நான் கூப்பிட்றேன். ஓகே, தேங்க்யூ. ஷூர். ஓகே ஓகே, டேக் കേർ. நல்லா பண்ணுங்க. ഓക്കെ ബൈ ബൈ ബൈ. ഓക്കെ ബൈ. ഹൗ സ്വീറ്റ്. നമ്മളെപ്പോഴും അങ്ങനെ വിളിക്കാറ് ഒക്കെ ഭയങ്കര കുറവാണ്. വല്ലപ്പോഴും ഒക്കെ വിളിക്കാറുള്ളൂ. പക്ഷേ വിളിച്ചാൽ ഭയങ്കര സ്നേഹമാണ്. മനസ്സിലായി. വെരി ഹാപ്പി. നമ്മളോട് വർക്ക് ചെയ്ത് എല്ലാവരുമായിട്ടും നമ്മൾ അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്കാരാണ്. ನಾನು ನೀವು ವರ್ಕೇ பண்ணிட்டிಲ್ಲ, ഇതാണ് അഫീഷ്യലി ഫസ്റ്റ് ടൈം അല്ലേ? പക്ഷേ എന്നെ കൊണ്ട് എല്ലാ ഹോട്ടലിൽ കഴിച്ചിപ്പാണ് ഫുഡ് കഴിക്കാൻ കൊണ്ടുപോകും. അതും ഫിഷ്. ഞാനും അമ്മാവും സീ ഫുഡ് ലവർ തന്നെ. അതൊക്കെ രണ്ടുപേർക്കും സീ ഫുഡ് ரொம்ப பிடிக்கும். இப்போ நெக்ஸ்ட் எந்த பிளான்ஸ் லைஃப்பில்? லைஃப் இப்படியே நல்லபடி போயிட்டு இருக்கு. அப்படியே தான் போகணும். അതാണ് ഭയങ്കര ഇഷ്ടം. നമ്മൾ ഞാനെപ്പോഴും ഫ്ലോയ്ക്കൊപ്പം പോകുന്ന ഒരാളാണ്. പിന്നെ ഫ്ലോയ്ക്ക് എഗെയിൻസ്റ്റ് പോകേണ്ട സമയത്ത് അങ്ങനെ പോകണം. എപ്പോഴും ഫ്ലോയ്ക്ക് എഗെയിൻസ്റ്റ് പോകുന്ന ആളല്ല. ചില സമയത്ത് നമ്മൾ ഫ്ലോയ്ക്ക് എഗെയിൻസ്റ്റ് പോകേണ്ടി വരും. ആ സമയത്ത് നമ്മൾ ഞാൻ ഇതുവരെ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാം, ഞാൻ അങ്ങനെ ഒരിക്കലും ഇമോഷണലായിട്ട് ഒരു സംസാരിച്ചിട്ടില്ല ക്യാമറയ്ക്ക് മുന്നിൽ. ഒരിക്കലും കണ്ണ് നിറഞ്ഞിരുന്നിട്ടില്ല. ഒരിക്കലും. പക്ഷേ ഇപ്പോൾ കണ്ണിൽ തന്നി വന്നു ചെറുതായിട്ട്. ഞാൻ സംസാരിച്ച് വന്നപ്പോൾ നമ്മുടെ ലാവണ്യ ഇമോഷണൽ. കാരണം എനിക്ക് ഭയങ്കര ഹർട്ടായൊരു സംഭവമാണ്. ഇപ്പം നമ്മൾ എൻ്റെ ഈ പറയുന്ന നമ്മളെ അടുത്ത ഫാമിലി ഓൺസ് അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ അല്ലാതെ ഒരു പെൺകുട്ടി എൻ്റെ കാലിൽ തൊട്ട് ഇങ്ങനെ തൊഴുതിട്ടാണ് എനിക്കത് ഭയങ്കര ഇമോഷണലി ഭയങ്കര ഹർട്ടായത്. അപ്പോൾ ഞാൻ സ്റ്റോപ്പ് ചെയ്തു. ഞാൻ പറഞ്ഞു ഇല്ല. അപ്പോൾ അവർക്ക് ഭയങ്കര വിഷമവും സങ്കടവും ഇതെല്ലാം കൂടെ അവർക്ക് ഒരുമിച്ച് വന്നു. എനിക്ക് ആ ദിവസം ഭയങ്കര അൺഫോർഗട്ടബിളാണ്. ഭയങ്കര ഇമോഷണലി ഞാൻ ഒരിതായ ദിവസമാണെന്ന്. അവർ അന്ന് തന്നെ ഷൂട്ട് കഴിഞ്ഞ് തിരിച്ച് കൊച്ചിക്ക് പോവുകയും ചെയ്തു. അപ്പോൾ അത് ലൈഫിൽ മറക്കാനാവാത്തൊരു വലിയ ദിവസമായിട്ട് ആണ് അങ്ങനെ നിൽക്കുന്നത്. ஓகே, இப்போ ஒரு ஹஸ்பண்ட் ஒரு வைஃப், அதுக்கு மேலே நிறைய அஃபேர்ஸ் എനിക്കാ இருக்கா? ഒരിക്കലല്ല. ഇപ്പം ഞാൻ കണ്ടു വളർന്നത് എൻ്റെ ഫാദർ ഒരു മെയിൽ ഷോവനിസ്റ്റ് ആണെന്നാണ് എൻ്റെ ഇപ്പോഴും വിശ്വാസം. ഒരു പരിധിവരെ ഞാനും അങ്ങനെ ഒരു ആയിരുന്നു അല്ലെങ്കിൽ ആണെന്നൊക്കെ എനിക്ക് തോന്നാറുണ്ട്. കാരണം അങ്ങനെ കണ്ടു വളർന്നുകൊണ്ടായിരിക്കും. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഹീസ് എ ലവബിൾ ഫാദർ, ബട്ട് ഓൾവേസ് ഹീ കീപ്സ് എ മെയിൽ ഡോമിനിസം. അത് ഞാൻ കണ്ടു വളർന്ന ഒരാളാണ്. സോ അതുകൊണ്ട് യു ഡോണ്ട് വാണ്ട് ടു ബി ലൈക്ക് ദാറ്റ് അല്ലേ? അങ്ങനെ ആവരുതെന്ന് എനിക്ക് തോന്നുന്നു. അച്ഛൻ ഭയങ്കര മെയിൽ ഡോമിനൻസ് ഉള്ള ആളാണ്. ഇപ്പം എന്നാൽ സ്നേഹമുള്ള ആളുമാണ് സെയിം ടൈം. ബട്ട് കുറച്ച് ഞാൻ പറഞ്ഞില്ല, ഷോവനിസം കൂടുതലാണ്, മെയിൽ ഷോവനിസം കൂടുതലാണ്. അപ്പം അത് കണ്ടുകൊണ്ടപ്പോൾ നമുക്ക് തന്നെ അത് അങ്ങനെ ആവരുത് എന്നുള്ള ഒരു വലിയ തീരുമാനം എൻ്റെ മനസ്സിലുണ്ട്. കാരണം പിന്നെ എവിടെ നമ്മൾ ചിലപ്പോഴൊക്കെ നമ്മളായി പോകാറുമായിരിക്കും. പക്ഷെ എവിടെ നമ്മളുടെ ഈഗോ ഹർട്ട് ചെയ്ത് ഇത് എന്നാലും ഞാൻ മാക്സിമം സംയമനം പാലിക്കാറുണ്ട്. ബട്ട് ചിലപ്പോഴൊക്കെ ആയി പോകാറുണ്ട്. നമ്മളെ ഞാൻ പറഞ്ഞില്ല, ബ്ലഡിൽ ചിലപ്പോൾ അത് സാധനം ഉള്ളതുകൊണ്ടാവാം. അങ്ങനെ പൂർണ്ണമായി. എത്ര കൂടെ പിറந்த? എനിക്കൊരു തമ്പിതാ ഇருக்கு. തമ്പി അരമ തമ്പി. അത് എൻ്റെ ഫാദർ സർവീസ് ഇരിക്കുമ്പോഴാണ് മരിക്കുന്നത്. അപ്പോൾ ഗവൺമെൻറ് ജോലിയാണ്. അച്ഛൻ വാട്ടർ അതോറിറ്റിയിൽ നല്ലൊരു പോസ്റ്റിലായിരുന്നു. അപ്പോൾ ജോലി ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് വേണമെങ്കിൽ ജോയിൻ ചെയ്യാം. ബട്ട് ഞാൻ അനിയനാണ് ജോലി കൊടുത്തത്. അപ്പോൾ എൻ്റെ അത്രയ്ക്ക് ഇഷ്ടമുള്ള അനിയനാണ്. അതാണ് എൻ്റെ. എത്ര കുട്ടികളാണ്? എനിക്കൊരു മോളേ ഉള്ളൂ. മോള്? ഒരേ മോളേ ഉള്ളൂ. എന്താ പഠിക്കുന്നത്? 10th പഠിക്കുന്നത്. KB പഠിക്കുന്നത്. പക്ഷെ നിന്നെ കണ്ട 10th പഠിക്കുന്ന മോളോട് അച്ഛന്ന് പറയാൻ പറ്റില്ലപ്പാ. അത് ലുക്കിംഗ് വെരി യങ്. താങ്ക് യു.
അത് ഞാൻ വളരെ നേരത്തെയാണ് കല്യാണം കഴിച്ചത്. ഞാൻ ഫാദർ മരിച്ചു, എൻ്റെ 22nd ഇയറിലാണ് അച്ഛൻ മരിക്കുന്നത്. അപ്പോൾ 23rd ആയപ്പോൾ തന്നെ അമ്മ എൻഗേജ് ചെയ്യിപ്പിച്ചു. നല്ല നടപ്പായിരുന്നുകൊണ്ട് പെട്ടെന്ന് വിളിച്ച് ഞാൻ സെറ്റിൽഡ് ആയിരുന്നു, ഒരു ഫാമിലി കുഴപ്പമില്ലാതെ വെൽ ഓഫ് ആയിരുന്നുകൊണ്ട് പെട്ടെന്ന് അമ്മ ജോലി ഉണ്ടായിരുന്നുകൊണ്ട് പെട്ടെന്ന് വിളിച്ച് എൻഗേജ് ചെയ്യിപ്പിച്ചു. 24 വയസ്സിൽ കല്യാണം കഴിക്കുന്നു, 25 വയസ്സിൽ മോളുടെ അച്ഛനാണ്. എല്ലാം ഇമ്മീഡിയറ്റ് ആയിരുന്നു. അപ്പം യങ് ആയിരുന്ന സമയത്ത് കല്യാണം കഴിച്ചുകൊണ്ട് ഇപ്പോഴും യങ് ആയിട്ടിരിക്കുന്നത്. അതല്ല, അങ്ങനെയല്ല, മനസ്സിൽ എന്താ ഒരു ഇതുമില്ല. യു ഡോണ്ട് ഹാവ് ബാഡ് തിങ്സ് ഇൻ യുവർ ഹാർട്ട്. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നവരായാലും നമുക്ക് മോളുള്ളതുകൊണ്ട് എനിക്ക് ആ ഒരു കൺസെപ്റ്റ് ഉണ്ട്. അപ്പോൾ അതന്നെ എനിക്ക് നിൻ്റെ അടുത്തുനിന്ന് പുറത്ത് കൊണ്ടുവരണം. ഞാൻ ഇതൊക്കെ ചോദിച്ചത് മുകേഷ് ഗേൾസ്, മുകേഷ് മദ്യം അല്ലേ, ഞാൻ ഫസ്റ്റ് എൻ്റെ ചോദ്യം ഉണ്ടായിരുന്നു. ഇതൊക്കെ വേണ്ടിയാണ് ഞാൻ അതൊക്കെ നിന്നെ കേട്ടത്. സോ വെൻ യു ഹാവ് എ ഗേൾ ചൈൽഡ്, അപ്പോൾ ഒരിക്കലും യു കെ നോട്ട് ലുക്ക് അറ്റ് അനദർ വുമൻ ഇൻ എ റോങ് വേ. അതാണ് യു ഷുഡ് ഓൾ നോ അബൌട്ട് മുകേഷ്. മോളെന്ന് പറയുമ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് അത്രയും എല്ലാ ദിവസവും ലോകത്ത് എവിടെയായിരുന്നാലും നമ്മൾ വിളിക്കും, വീഡിയോ കോൾ വിളിക്കും, കാണും. അപ്പോൾ അത്രയും ഡിയറസ്റ്റ് ആണ്. അപ്പം എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് മോളാണ്. പിന്നെ എന്നെപ്പോലെ തന്നെയാണ്, അത്യാവശ്യം ബബിളിയാണ്. പിന്നെ പഠിക്കാനും വളരെ മോശമാണ്. ഈ പറയുന്നത് ഞാനും പഠിക്കാൻ വളരെ മോശമാണ് സ്കൂൾ ടൈമിൽ. ഞാനും പക്ഷേ വെൻ ടു PG ഒക്കെ ആയപ്പോൾ യൂണിവേഴ്സിറ്റി റാങ്കൊക്കെ മേടിച്ചിട്ടുണ്ട്. ബട്ട് അത് ഞാൻ അതിൻ്റെ ഫ്ലോയ്ക്ക് അങ്ങ് വിട്ടിരിക്കുകയാണ്. മാത്സിനൊക്കെ ഈ പറയുന്ന 2 മാർക്കൊക്കെ മേടിച്ചിട്ടുണ്ട്. അല്ല ഞാൻ പറയാം, അതൊക്കെ പറയരുത്, ഞാൻ 1/2 മാർക്കാണ് മേടിച്ചത്. അപ്പം പിന്നെ എന്നെക്കാളും ഞാൻ 1/2 മാർക്ക് മേടിച്ചിട്ടുണ്ട്. പക്ഷെ ആ സെയിം ഞാൻ തന്നെ 10th ഫൈനൽ എക്സാമിന് 91 മാർക്സ് മേടിച്ചു ഔട്ട് ഓഫ് 100. പഠിക്കും. അത് ഇപ്പോൾ ഒരു ഏജ് അല്ലേ, അഡൽസൻസിൽ. അതുകൊണ്ട് ഞാൻ എന്നെക്കാളും ബെറ്റർ ആണ്. പക്ഷേ ലക്കി ചൈൽഡ് അല്ലേ മുകേഷിൻ്റെ പോലെ ഒരു അച്ഛൻ കിട്ടാൻ, ഷീസ് എ ലക്കി ചൈൽഡ്. ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ അടുത്ത്, ഭയങ്കര സ്നേഹമാണ്. എല്ലാ ദിവസവും വിളിക്കും, എവിടെയാണെങ്കിലും വിളിക്കും. അത് കമ്പൾസറി ആണ്. ഞാൻ വിളിച്ചില്ലെങ്കിൽ അതിൽ വലിയ പ്രശ്നമാവുകയും ചെയ്യും. വൈഫ് ഹൗസ് വൈഫാണ്, മോളുടെ കൂടെയാണ് എപ്പോഴും. പുള്ളിക്കാരിക്കും ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വരണം, അങ്ങനെ മോൾക്കും അങ്ങനെ വലിയ ഒരു താല്പര്യമില്ല. ഒരു രണ്ടുപേരും അവരുടേതായ ഒരു പ്രൈവസിയിൽ കീപ്പ് ചെയ്ത് പോകുന്നു. മോള് പിന്നെ ഇൻസ്റ്റാഗ്രാമിലേക്ക് കുറച്ച് ആക്റ്റീവാണ്. വൈഫ് ഈവൻ ഷീ ഡോണ്ട് ഹാവ് എ ഫേസ്ബുക്ക് ഓർ ഇൻസ്റ്റാഗ്രാം, ഒന്നുമില്ല. ആകെ TV കാണും, പിന്നെ മോളുടെ ഫോണിൽ നിന്ന് എൻ്റെ വീഡിയോസൊക്കെ കാണും, വിമർശിക്കാറുണ്ട്. നമ്മുടെ കുട്ടി എന്തെങ്കിലും അച്ഛാ എന്തിനാ ഇങ്ങനെ ബാഡ് കമൻറ്റ്സ് വരുന്നുണ്ട് അതിനൊക്കെ ഒന്നും പറയാറില്ല. പുള്ളിക്കാരി വലിയ ഇഷ്ടമാണ്. മേ ബി നമ്മൾ അറിയാമെന്നുള്ളതുകൊണ്ടായിരിക്കും എന്നെ ഇതുവരെ ഒരു അങ്ങനത്തെ വീഡിയോസ് ചെയ്യരുത് അല്ലെങ്കിൽ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. കാരണം ദേ നോസ് മീ വെരി വെൽ എന്നുള്ളതാണ്. പിന്നെ ഞാനൊരു ഹിപ്പോക്രസി കീപ്പ് ചെയ്യുന്ന ഒരാളല്ല. ഇപ്പോൾ വീട്ടിലായാൽ പോലും ഞാൻ ഡൈനിങ് ടേബിളിൽ ഇരുന്നിട്ട് ഹെൽത്തി ഡ്രിങ്കിങ് ആയതുകൊണ്ട് 2 ഡ്രിങ്ക് കഴിക്കുന്ന ആളാണ്. അപ്പോൾ ഞാനെപ്പോഴും മോളോട് പോലും തമാശയ്ക്കാണെങ്കിലും പറയും, നിനക്ക് എന്തെങ്കിലും 2 അടിക്കണമെന്ന് തോന്നിയാൽ എന്നോട് പറയണം, ഞാൻ തരാം, ഐശ്വര്യമുള്ള കൈയാണ് എന്ന് പറഞ്ഞിട്ട് വെളിയിൽ നിന്ന് ആരും കൊടുത്ത് അടിക്കണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ എപ്പോഴും പറയാറുണ്ട്. അപ്പോൾ എന്ന് പറയുന്ന പോലെ നമ്മൾ വളരെ സോഷ്യൽ ആയിട്ട് ഡ്രിങ്ക് ചെയ്യുന്നൊരു ഫാമിലി ആയതുകൊണ്ട് ഇവർക്കാർക്കും അതിലും ഒരു പ്രോബ്ലം ഇല്ല. കാരണം ഞാൻ പറഞ്ഞു ഡൈനിങ് ടേബിളിൽ വെച്ചിട്ട് ഞാൻ വളരെ മിതമായി കഴിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. എല്ലാവരും ഓക്കെയാണ് എല്ലാ കാര്യങ്ങളോടും. പിന്നെ എൻ്റെ കൂടെ റീൽസ് ചെയ്യുന്ന പല കുട്ടികളും എല്ലാവരും വീട്ടിലൊക്കെ വരാറുണ്ട്. ഇപ്പം നമ്മുടെ പ്രാർത്ഥന കൃഷ്ണ എന്ന് പറഞ്ഞിട്ട്, പിന്നെ അൻസി, അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. അവരൊക്കെ നമ്മൾ ഫാമിലിയായിട്ട് ഭയങ്കര, എൻ്റെ മോളെ വിളിക്കും, അമ്മയെ വിളിക്കും, അവരെല്ലാവരും സംസാരിക്കുന്ന ആൾക്കാരാണ്. അമ്മ ചിലപ്പം ഷൂട്ടിന് പോകുമ്പം ഇവർക്കൊക്കെ ഫുഡ് ഉണ്ടാക്കി തന്നു വിടും. അങ്ങനെയൊക്കെ ചിലപ്പം രാവിലെയൊക്കെ ഷൂട്ട് വയ്ക്കാറുണ്ട്. അപ്പോൾ എനിക്കും ബ്രേക്ക്ഫാസ്റ്റ് തന്നു വിടും. അപ്പോൾ ചോദിക്കുന്നു ആരൊക്കെ ഉണ്ട് ഷൂട്ടിനെന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഞാൻ പറയും ഇന്ന ആൾക്കാരാണ്, അപ്പം അവർക്കും കൂടെ ഫുഡ് തന്നു വിടും. അപ്പം അങ്ങനെ ഇതെല്ലാം ഇവർ വീട്ടിലുണ്ടാക്കി തന്നു വിടുന്നില്ല, വൈഫ് എല്ലാവരും ഉണ്ടാക്കുന്നില്ല. അപ്പം അവരൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ്. ലൈക്ക് എ ഫാമിലി, ഇവരുടെ അടുത്തൊക്കെ സംസാരിക്കാറുണ്ട്. അങ്ങനെയൊക്കെ ഇവരുമായിട്ട് അങ്ങനെ ഒരു ഇമോഷണലി ഞാൻ എല്ലാവരുമായിട്ട് കണക്റ്റഡാണ്. അവർ തന്നെ ഒരു കാര്യം വന്നാൽ എന്നോട് വിളിച്ച് പറയാം, അവർക്കൊരു പ്രോബ്ലം വന്നാലും പറയാറുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം പ്രാർത്ഥനയ്ക്ക് ആരോ ഒരാൾ മോശമായിട്ട് മെസ്സേജ് അയച്ചു. അപ്പം എനിക്ക് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തന്നു. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് ഇൻബോക്സിൽ പോയി സംസാരിച്ച് അത് ക്ലിയർ ചെയ്തു. അപ്പോൾ എന്ന് പറയുന്ന കണക്ക് ഒരു എന്താ പറയുക, അവർക്കൊരു പാരൻറ്റിങ് പോലെ പോലും എന്നോട് എല്ലാ കാര്യങ്ങളും പറയാറുണ്ട് നമ്മളിവിടെ വർക്ക് ചെയ്യുന്നവർ. അപ്പോൾ അത്രയ്ക്ക് ഒരു ട്രസ്റ്റബിൾ ആൾക്കാരാണ്. ബിക്കോസ് യു ആർ ട്രസ്റ്റ് വർത്തി. അതല്ലേ നമുക്ക് അങ്ങനെ തന്നെ. ഇപ്പോൾ നീ അങ്ങനെ ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ അടുത്ത് ഇതൊക്കെ പറയില്ല. നിനക്ക് എൻ്റെ വിഷയം, എൻ്റെ ഫാമിലി വിഷയം എല്ലാം അറിയില്ലോ. പക്ഷെ എൻ്റെ മേലെ ഒരു അലിഗേഷൻ ഉണ്ടായിരുന്നു, പോക്സോ കേസ് എന്നൊക്കെ.
ആൻഡ് ഇമ്മീഡിയറ്റ്ലി നിങ്ങളെ வந்து ഒരു സ്കൂൾ റീഓപ്പണിങ്ങിന് വേണ്ടി ഇൻവൈറ്റ് ചെയ്തു. സോ അപ്പോൾ ഒരു പെരിയ കലവരം പെരിയ പ്രോബ്ലം ആയല്ലേ, എല്ലാവരും അങ്ങനെ എങ്ങനെ ഒരു പോക്സോ കേസ് പ്രതിയല്ല, അക്യൂസ്ഡ് ആണ്. ഇപ്പോഴും നമ്മളുടെ ഒരു ലീഗൽ ടേംസ് എന്ന് പറയുന്നതിൽ ഇപ്പം നാളെ ഫൈൽ എ കംപ്ലൈൻറ്റ് അഗെയിൻസ്റ്റ് യു ആർ ഓൾസോ എ പ്രതി അക്യൂസ്ഡ്. അതാണ് നമ്മുടെ ലീഗൽ സിസ്റ്റം. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ഇതിൽ വന്ന സമയത്ത് എനിക്കെതിരെ ഒരു വ്യാജമായ കേസ്, അത് കോടതി പോലും എനിക്ക് ഞാൻ ബെയിലിന് അപ്ലൈ ചെയ്ത് വിത്തിൻ 1 വീക്ക് എനിക്ക് ബെയിൽ തന്നു. 1 വീക്ക് മീൻസ് ഫസ്റ്റ് ഹിയറിംഗ്, പിന്നെ കേസ് ഡയറി പരിശോധിക്കുന്ന ഇമ്മീഡിയറ്റ് ആയിട്ട് ഫോൾസ്ലി അലീഗ്ഡ് ആൻഡ് ഡ്രാഗ്ഡ് എന്ന് പറഞ്ഞിട്ടാണ് ബെയിൽ തന്നത്. അനാവശ്യമായി വലിച്ചിഴക്കപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് ഒറ്റ സ്റ്റേറ്റ്മെൻറ്റിൽ. നമ്മുടെ നിയമം എന്ന് പറയുന്നത് ഇന്ന് ഞാൻ പറയുന്നു, ഒരു സാധാരണക്കാരനും എല്ലാവർക്കും ഇന്ന് ആശ്വാസമായിട്ടുള്ള ഒരൊറ്റ സാധനം നമ്മുടെ രാജ്യത്തുള്ളത് ജുഡീഷ്യറിയാണ്. ആ ജുഡീഷ്യറിക്ക് നമ്മളുടെ എന്താ പറയുക, നമ്മൾ എപ്പോഴും പറയുന്ന ഒരു വലിയ സത്യമുണ്ട്, 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി അവർ ശിക്ഷിക്കപ്പെട്ടില്ല. അപ്പോൾ ആ ഒരു വലിയ സത്യത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. മുമ്പൊക്കെ ഞാനിത് സിനിമയിലൊക്കെ കേട്ടിട്ടുണ്ട്, അപ്പോൾ വെറുതെ ഡയലോഗാണെന്നാണ് വിചാരിച്ചത്. പക്ഷേ ജീവിതത്തിൽ നമുക്ക് അങ്ങനെ ഒരു അനുഭവം വന്നപ്പം ആ നിയമമാണ് നമ്മൾ, കാരണം ആ നിയമത്തിനറിയാം ആര് കുറ്റവാളിയാണ്, കാരണം അത് പൂർണ്ണമായി പരിശോധിച്ചിട്ടാണ്. അപ്പം എൻ്റെ ഒരു കേസിൽ വന്നപ്പം വിത്തിൻ 1 വീക്ക് എനിക്ക് ബെയിൽ നിന്ന് ഞാൻ എന്നെ പഴയതുപോലെ ആക്റ്റീവ് സോഷ്യൽ മീഡിയ ലൈഫിലേക്ക് വരുന്നു. ഞാൻ എന്നെ ജയിലിൽ കൊണ്ടുപോയിട്ടില്ല, അറസ്റ്റ് ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. ഒരു ഫേക്ക് കേസ് വന്നു, അത് പോലീസ് അന്വേഷിച്ചു, അത് വ്യാജമാണെന്ന് കോടതിക്ക് മനസ്സിലായി, ബെയിൽ തന്നു. പക്ഷേ അതിനുശേഷവും ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് ആ സമയത്ത് വരുന്നില്ല. അതിനുശേഷവും എന്നെ സ്കൂളുകളിൽ വിളിക്കുന്നു, കോളേജുകളിൽ വിളിക്കുന്നു, ഇനോഗ്രേഷൻ പ്രൊമോഷൻസ് എല്ലാം തകർത്തിട്ടുണ്ട്. കാരണം പീപ്പിൾ ആർ നോട്ട് ട്രസ്റ്റിങ് ഇറ്റ്. എല്ലാവർക്കും അറിയാം ഇതൊരു ഫേക്ക് ആയതുകൊണ്ട്, കോടതി ബെയിലൊക്കെ തന്നുകൊണ്ട് എല്ലാവർക്കും അറിയാം എന്നുള്ളതുകൊണ്ട് എല്ലാത്തിനും വിളിക്കുന്നു, ഞാൻ പോകുന്നു. അങ്ങനെയാണ് ഈ സ്കൂളിൽ വിളിക്കുന്നത്. ഈ സ്കൂളിൽ വിളിക്കുന്ന സമയത്ത് സ്കൂളിൽ നിന്നും സ്കൂൾ അധികൃതരും അതുപോലെ തന്നെ ഫംഗ്ഷൻ നടത്തിയ ആൾക്കാരും ഇങ്ങനെ നിർബന്ധിച്ച് വിളിച്ച്, എനിക്കന്ന് 4 പ്രോഗ്രാമുള്ള ദിവസമാണ്. ഞാൻ വളരെയധികം ഇൻസിസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ സ്കൂളിൽ പോകുന്നത്. അപ്പോൾ സ്കൂളിൽ പോയി അത് അറ്റൻഡ് ചെയ്തു. ആ ഫംഗ്ഷൻ്റെ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യുന്നു, സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്നു. അപ്പോൾ അലിഗേഷനായി. ഇപ്പം എനിക്കെതിരെ ഈ വ്യാജ കേസ് കൊണ്ടുവന്ന ആൾക്കാർ തന്നെ അത് വീണ്ടും വലിയ അലിഗേഷനാക്കി. അപ്പോൾ അത് ഒരു പക്ഷേ അതെന്താണ് എനിക്കെതിരെയുള്ള കേസ് എന്താണെന്ന് പോലും ആൾക്കാർ, കാരണം ഒരു ഫോട്ടോഷൂട്ടിൽ ഞാൻ പോയി അഭിനയിച്ചതാണ് കേസ്, അത്രേ ഉള്ളൂ. പക്ഷേ വലിയ വിവാദങ്ങളുണ്ടാക്കി അതിലൂടെ വീണ്ടും താഴത്തോട്ട് വലിച്ചിടാൻ ഉള്ള വലിയ ശ്രമം നടന്നു. പക്ഷേ അതൊക്കെ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭയങ്കര, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഭയങ്കര ഡ്രിവൺ ഫോഴ്സായിട്ട് മാറിയതേ ഉള്ളൂ. ഒഴുക്കിനെതിരെ നീന്താനും. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ സ്ട്രോങ് ആവത്തേ ഉള്ളൂ. ഇപ്പോഴും ഈ ഓണത്തിന് നമ്മളിവിടെ ഇരിക്കുന്ന സമയത്ത് ഒരു പക്ഷേ ഏറ്റവും അധികം ഇനോഗ്രേഷൻസ് അല്ലെങ്കിൽ പ്രൊമോഷൻസ് ചെയ്ത ഇൻഫ്ലുവൻസർ ഞാനായിരിക്കും. കാരണം ഒരു ദിവസം 3-4 ഷൂട്ടാണ് ഞാൻ ഒരു ദിവസം ചെയ്യുന്നത്. അപ്പം അത്രയും ആൾക്കാരിലേക്ക് നമുക്ക് ആ ഒരു ട്രസ്റ്റ് അല്ലെങ്കിൽ അത്രയും ആൾക്കാരുടെ ഒരു സ്നേഹം നമുക്കുള്ളത് കൊണ്ടാണ് ബ്രാൻഡുകൾ നമ്മളെ വിളിക്കുന്നത്. ഇപ്പം നമ്മൾക്കെതിരെ ഇത് പ്രവർത്തിച്ച ആൾക്കാർ ആഗ്രഹിച്ചത് എന്താണ്? പുള്ളിയെ ഇനി ഒരു ഇനോഗ്രേഷന് വിളിക്കരുത്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കേസ് വരുമ്പം പുള്ളിയെ മാറ്റി നിർത്തണം, അല്ലെങ്കിൽ പുള്ളിയെ മറ്റ് ബ്രാൻഡുകൾ ഒഴിവാക്കണം, അല്ലെങ്കിൽ ഇതുപോലുള്ള പ്രൊമോഷൻസ് ഇനോഗ്രേഷൻസിൽ നിന്നെല്ലാം ഒഴിവാക്കപ്പെടണം എന്നുള്ള ആഗ്രഹിച്ച അങ്ങനെ ഒരു കൂട്ടം കുറച്ച് ആൾക്കാർ ചെയ്തതാണ്. പക്ഷേ അതിനൊക്കെ അവർ ചിന്തിച്ചതിന് വിപരീതമായിട്ടാണ് ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് മാത്രം എനിക്കിപ്പോൾ നിങ്ങളുടെ മുന്നിൽ നിന്ന് ഇങ്ങനെ ചിരിച്ച് സന്തോഷത്തോടു കൂടി ഇങ്ങനെ ഇരിക്കാൻ പറ്റും. കാരണം മറിച്ചാണ് ഒരു പക്ഷേ സംഭവിച്ചിരുന്നെങ്കിൽ ഞാൻ എന്താകുമെന്ന് എനിക്ക് പോലും അറിയില്ല. കാരണം ഞാനൊരു മനുഷ്യനല്ലേ. കാരണം നമ്മളിപ്പോൾ ഹാപ്പി ആയിട്ടിരിക്കുന്നത്, ഞാൻ എപ്പോഴും ഹാപ്പി. ഞാൻ ഇതുവരെ എൻ്റെ ഒരു കരഞ്ഞ മുഖം ആരും ഒന്നും കണ്ടിട്ടില്ല. അല്ലെങ്കിൽ അപ്പം ഞാൻ എപ്പോഴും അതാണ് എൻ്റെ ചോദ്യം. ഇത്രയും പ്രോബ്ലം വന്നപ്പോഴും അപ്പോൾ നിങ്ങളുടെ മനസ്സിലെ ഇമോഷൻസ് എങ്ങനെയായിരുന്നു? അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ഇങ്ങനെ ഒരു കേസ്, ഞാൻ ഞെട്ടിപ്പോയി ഒരു കേസ് വന്ന സമയത്ത്. പക്ഷേ ഇതുപോലെ എന്തെങ്കിലും ഒന്ന് ശത്രുക്കൾ എപ്പോഴെങ്കിലും ചെയ്യുമെന്ന് നമുക്ക് മുൻധാരണ ഉണ്ടായിരുന്നു. കാരണം എപ്പോഴും വേണം സംഭവിക്കുക. കാരണം ഇതിപ്പോൾ ഞാൻ മാത്രമല്ല, ഇപ്പം എടുത്തു കഴിഞ്ഞാൽ നിവിൻ പോളി, വിജയ് ബാബു, ഇവരൊക്കെ ഫേക്ക് കേസിൽ പെട്ടു. പക്ഷേ വിത്തിൻ ഡേയ്സ് ആൻഡ് അല്ലെങ്കിൽ വിത്തിൻ വീക്സ് അവർ ഇന്നസെൻ്റ് ആയിട്ട് പെട്ടെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റി. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിവിൻ പോളിക്കെതിരെ ഫേക്ക് കേസ് കൊടുത്ത പെൺകുട്ടി പറഞ്ഞത് പുള്ളിയെ അവരെ ദുബായിൽ വെച്ചിട്ട് മൊളസ്റ്റ് ചെയ്തതാണ്. പക്ഷേ ആ പറഞ്ഞ ഡേറ്റിൽ പുള്ളി കൊച്ചിയിലുണ്ട്. അപ്പം ഈസിലി പ്രൂവ് ചെയ്ത്, പാസ്പോർട്ട് അല്ലെങ്കിൽ വിസ ഇത് വെച്ചിട്ട് പുള്ളി അത് പ്രൂവ് ചെയ്ത് എന്ന് പറഞ്ഞ പോലെ ഒരുപാട് കേസുകൾ. അപ്പം ഇവരെല്ലാം ഇതുപോലെ അത് ചിരിച്ചുകൊണ്ട് നേരിട്ട് എന്നുള്ളതാണ്. അപ്പം അതുപോലെ ഞാനൊരു എന്നെപ്പോലുള്ള പുരുഷവർഗത്തെ പ്രതിനിധീകരിച്ച് നിൽക്കുന്ന അതിൻ്റെ ഒരു റെപ്രസെൻറ്റേറ്റീവായിട്ട് മാറാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഒരുപാട് ആൾക്കാർ ഈ ഒരു കേസ് വന്നതിന് ശേഷം എനിക്ക് ഡെയിലി കോളാണ്.
ചേട്ടാ എനിക്കിതൊരു വ്യാജ പീഡന കേസുണ്ട്, ഞാൻ എന്ത് ചെയ്യണം, ചേട്ടൻ എങ്ങനെ സർവൈവ് ചെയ്തു. അപ്പം ഞാൻ വിത്ത് രാഹുൽ ഈശ്വർ വി സ്റ്റാർട്ടഡ് തിങ്കിങ് അബൌട്ട് പുരുഷ കമ്മീഷൻ. പുരുഷന്മാർക്ക് ഒരു കമ്മീഷൻ വേണം. അങ്ങനെ അത് നമ്മൾ അസംബ്ലിയിലൊക്കെ ആക്കി. അതുപോലെ തന്നെ മെൻസ് അസോസിയേഷനുമായിട്ട് ചേർന്ന് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. ഇപ്പോൾ എന്നെ ഫ്രീ ലീഗൽ എയ്ഡ്, ഞാനൊരു ലീഗൽ സ്റ്റുഡൻറ്റ് കൂടെ, ലോ സ്റ്റുഡൻ്റാണ്, ഇപ്പോൾ 3rd ഇയർ ലോ അക്കാഡമി പഠിക്കും. ഞാൻ ഫ്രീ ലീഗൽ എയ്ഡ് കൊടുക്കുന്നുണ്ട്. ഞാൻ ഫുൾ അഡ്വക്കേറ്റ് അല്ല, ബട്ട് എങ്കിലും നാളെ ആവുന്ന ഒരാളാണ്. ബട്ട് ഞാൻ ഫ്രീ ആയിട്ട് അതിന് വേണ്ടിയിട്ടുള്ള രാഹുലിൻ്റെ അടുത്ത് കൊണ്ടുപോയി ഇത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു കേസ് എനിക്ക് വന്നതുകൊണ്ട് മാത്രം ഒരുപാട് പുതിയ ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റി. ഇപ്പോൾ എനിക്ക് പേരെടുത്ത് പറയാൻ പറ്റില്ല, വളരെ പ്രമുഖമായിട്ടുള്ള ഒരു ആക്ടർ എന്നെ വിളിച്ചു ഈ ഒരു കേസ് വന്ന സമയത്ത്. എനിക്ക് ബെയിൽ കിട്ടിയെന്നൊക്കെ അറിഞ്ഞ് അദ്ദേഹം പുള്ളി എന്നോട് പറഞ്ഞു, പുള്ളിക്ക് വളരെയധികം ഒരു ബുദ്ധിമുട്ട്, പുള്ളി ജയിലിൽ പോലും കിടക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പം അദ്ദേഹം വിളിച്ചപ്പോൾ എനിക്കത് കേട്ടപ്പോൾ ഭയങ്കര സങ്കടമായി. മുകേഷിന് ആ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവേണ്ടിയൊന്നുമില്ല. നിരപരാധിയായ ഞാൻ 100-ലടുപ്പിച്ച് ദിവസം ജയിലിൽ കിടന്നു എന്ന് പറയുമ്പോൾ എനിക്കത് കേട്ടപ്പോൾ സങ്കടം തോന്നി. അപ്പോൾ അദ്ദേഹം പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് നമ്മളിങ്ങനെ ഒരു സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ഇതൊക്കെ നേരിടാൻ റെഡി ആയിക്കൊള്ളുക. അല്ലെങ്കിൽ യു ബെറ്റർ സിറ്റ് അറ്റ് ഹോം, വേറെ ഒന്നും ചെയ്യേണ്ട, നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്തു പോകുക. സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ മെയിൻ സ്ട്രീമിലോ ആക്റ്റീവാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇതിനൊക്കെ തയ്യാറായി നിന്നോളുക. ഇല്ലെങ്കിൽ ഇതൊന്നും ഇറങ്ങാതിരിക്കുക, വീട്ടിൽ വെറുതെ ഇരിക്കുക. യെസ്, യു ആർ റൈറ്റ്. ഇപ്പോൾ വാട്ട് എവർ വുമൻ, എനി വുമൻ പോയി കംപ്ലയിൻറ്റ് ചെയ്താലേ ദേ ആർ ആക്സെപ്റ്റിങ് ഇറ്റ്. ഇയാളിങ്ങനെ ചെയ്തു, ഇമ്മീഡിയറ്റ്ലി ഇത് അക്യൂസ്ഡ് എന്ന് പറയുന്നുണ്ട് ഇപ്പോൾ. പക്ഷേ ഇപ്പോൾ നടക്കുന്നത് യു സീൻ മീഡിയ അല്ലേ, എത്ര പെൺകുട്ടികൾ ദേ ആർ കില്ലിങ് ദ ഹസ്ബൻഡ്സ് ഫോർ ദ ലവേഴ്സ്. ഇതൊക്കെ അപ്പോൾ ഞാനിപ്പോൾ പറയും, ഇവിടെ ഡേഞ്ചറിൽ ഇരിക്കുന്നത് പെൺകളല്ല, ആൺകളാണ്. തീർച്ചയായിട്ടും ഞാൻ അതിനോട് പൂർണ്ണമായിട്ട് യോജിക്കുന്നു. പക്ഷേ നമുക്ക് ഒന്നിലും ജനറലൈസ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ സ്ത്രീകൾ, ഇപ്പോൾ അങ്ങനെ ചെയ്യുന്ന കുറേ സ്ത്രീകളുണ്ട് എന്ന് പറയുന്ന, ഇപ്പോൾ നമ്മുടെ ജോളി ആയാലും ഇപ്പോൾ ഗ്രീഷ്മ ആയാലും, അപ്പം അങ്ങനെ പലരും അങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ എല്ലാവരും അങ്ങനെ ആവണമെന്നുണ്ട്. നല്ല സ്ത്രീകളും ഉണ്ട്, അതുപോലെ പുരുഷന്മാരിൽ ഗോവിന്ദ ചാമിമാരും ഉണ്ട്, അല്ലാത്ത നല്ല ഗോവിന്ദ നമ്പൂതിരിമാരും ഉണ്ട്. അപ്പോൾ നല്ല ആൾക്കാരും ഉണ്ട്, മോശം ആൾക്കാരും ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് ചിന്തിക്കേണ്ട ഒരു കാര്യം, നമുക്ക് ഒരു കാര്യത്തിൽ ആരും ജനറലൈസ് ചെയ്യാൻ പറ്റില്ല. ഇപ്പം ഈ ഗ്രീഷ്മ അല്ലെങ്കിൽ ജോളി എന്ന് പറഞ്ഞൊരു കുറേ ആൾക്കാർ അങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് എല്ലാ പെൺകുട്ടികളും ഭർത്താക്കന്മാരെ കൊല്ലാൻ നടക്കുന്നവരല്ല. എല്ലാ ഭർത്താക്കന്മാരും രാഹുലും അല്ല. രാഹുൽ എന്ന് പറഞ്ഞ ഒരാളാണ് സ്ത്രീധനത്തിന് വേണ്ടിയിട്ട് ഭാര്യയെ ഉപദ്രവിച്ചിട്ട് അവർ സൂയിസൈഡ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ നമുക്ക് ഒന്നിനും ജനറലൈസ് ചെയ്യാൻ പറ്റില്ല. ഇതെല്ലാം എന്താ പറയുക, നമ്മളുടെ ഓരോ സാഹചര്യങ്ങളിൽ ഉണ്ടായി പോകുന്നുണ്ട്. പിന്നെ ചില ബോൺ ക്രിമിനൽസും അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവാം. പക്ഷേ ഞാൻ വിശ്വസിക്കുന്നത് ഈ പറയുന്ന ഒരു പുരുഷന്മാരാണ് ഇപ്പം സ്ത്രീകളെക്കാൾ കൂടുതൽ സംരക്ഷണം വേണ്ടി വരുന്ന ആൾക്കാർ. കാരണം ഇപ്പം എനിക്കെതിരെ വന്നതൊരു വ്യാജ പോക്സോ കേസാണെങ്കിൽ കൂടി ഞാനത് തെളിയിക്കാൻ കോടതിയിൽ പോകേണ്ടി വന്നു. കോടതി എനിക്ക് ബെയിൽ തരുന്നു. അതിനോടൊപ്പം ശക്തമായ അന്വേഷണം നടത്തുന്നു. അതിലൂടെ നിരപരാധിയാണെന്ന് വരുന്നു. അപ്പം അതെല്ലാം നമ്മുടെ ലൈഫിനെ എത്രത്തോളം ബാധിക്കും. ഞാൻ ഇത്രയും സ്ട്രോങ് ആയിട്ട് അത് ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് പകരം വേറൊരാളാണെങ്കിൽ എന്നെ ഒരുപാട് പേര് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, മുകേഷ് ഞാനാണെങ്കിൽ തൂങ്ങിച്ചത്തന്നെ, ഞാനാണെങ്കിൽ ഞരമ്പുറത്ത് മരിച്ചേനെ, ഞാനാണെങ്കിൽ വിഷമടിച്ചേനെ എന്ന് പറഞ്ഞ് എത്ര പേരുണ്ടെന്നറിയാം. എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നും ചെയ്യാതെ ഞാൻ ഫൈറ്റ് ചെയ്തതെന്ന് പറയുന്നത് എനിക്ക് വേണ്ടി മാത്രമല്ല, ഒരുപാട് പുരുഷന്മാരെ റെപ്രസെൻ്റ് ചെയ്താണ് ഞാൻ ഫൈറ്റ് ചെയ്തത്. കാരണം ആരും തളരരുത്. കാരണം നിങ്ങൾക്കെതിരെ എപ്പോൾ വേണോ ഒരു കള്ളക്കേസ് ഉണ്ടാവാം. കാരണം അതല്ല, അത് സെലിബ്രിറ്റീന് ഉണ്ടാവണമെന്നൊന്നുമില്ല, നോർമൽ പീപ്പിൾക്കും ഇത് നടക്കും. സോ അതിനുവേണ്ടി വെരി നൈസ്, ഒരു ദി ബെസ്റ്റ് എക്സാമ്പിൾ മുകേഷ് ചെയ്തതാണ്. തീർച്ചയായിട്ടും നമ്മൾ ഫൈറ്റ് ചെയ്യണം. നമ്മൾക്കെതിരെ ഒരു അലിഗേഷൻ അത് വ്യാജമാണെന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ, അത് കള്ളമാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ ഫൈറ്റ് ചെയ്യണം. ഇല്ല നിങ്ങൾക്ക് ഫൈറ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ധൈര്യമായിട്ട് എൻ്റെ അടുത്ത് വന്നോളൂ, ഞാൻ നിങ്ങൾക്ക് കൂടെ ഉണ്ടാവും. എനിക്കൊരു എന്താ പറയുക, ഒന്നും വേണ്ട, ഞാൻ നിങ്ങളുടെ കൂടെ വോളണ്ടറി ആയിട്ട് നിന്ന്, എന്നോടൊപ്പം ഒരു വലിയ സംഘടനയുണ്ട്, ഞങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടി എല്ലാ സൗകര്യങ്ങളും സൗജന്യം. ഞാനിതിവിടെ പറയുന്ന കാര്യമാണ്. ധൈര്യമായിട്ട് എനിക്ക് മെസ്സേജ് ചെയ്യാം, എല്ലാ സപ്പോർട്ടും. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ നിരപരാധിയാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ ധൈര്യമായിട്ട് വരാം, നിങ്ങളോടൊപ്പം നമ്മളുണ്ടാകും. കാരണം ഒരുപാട് അങ്ങനെ കേസുകളിൽ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം കൂട്ടിക്കൽ ജയചന്ദ്രൻ എന്ന് വന്നിട്ട് ആക്ടർ, കൂട്ടിക്കൽ ജയചന്ദ്രൻ തമിഴ് മലയാളം ആക്ടറാണ്, ഒരു ഫേമസ് ആണ്. പുള്ളിക്കാർ സ്വത്ത് തർക്കത്തിൻ്റെ പേരിൽ പുള്ളിക്കാരുടെ ഒരു റിലേറ്റീവ് കേസ് കൊടുത്തു, പോക്സോ കേസാണ്. കൊച്ചുകുട്ടി എന്തോ ചെയ്തെന്ന് പറഞ്ഞിട്ട് പുള്ളി 6 months ഒളിവിലായിരുന്നു. സുപ്രീം കോടതി പോയിട്ടാണ് പുള്ളിക്ക് ബെയിൽ കിട്ടിയത്. അത്ര വലിയ ഒരു ചെറിയ ഫാമിലി ഇഷ്യൂസിലൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ
കേസ് കൊടുക്കുകയാണ്. പോക്സോ കേസാവാം, അല്ലെങ്കിൽ പീഡന പരാതിയാവാം. അപ്പം എളുപ്പം ഒരാളെ ടാർണിഷ് ചെയ്യാനുള്ള ഏറ്റവും എളുപ്പം വഴി എന്ന് പറയുന്നത് ഇതുപോലുള്ള വ്യാജ കേസുകളാണ്. അപ്പം അത്തരം കേസുകളിൽ പെടാതിരിക്കാൻ ഒരു വഴിയില്ല. കാരണം ഒരാൾ നിങ്ങൾ കൊടുക്കണം, അല്ലെങ്കിൽ വ്യാജ പരാതി വ്യാജ കേസിൽ അകപ്പെടുത്തണമെന്ന് വിചാരിച്ചാൽ അത് നടന്നിരിക്കും. അതിന് യാതൊരു സംശയമില്ല, അതിന് യാതൊരു പരിരക്ഷയും നമ്മൾ നിയമം തരുന്നില്ല. പക്ഷേ നിങ്ങൾ പ്രതിയാക്കപ്പെട്ടാൽ നിങ്ങളെ രക്ഷിക്കാൻ നമ്മുടെ നിയമത്തിന് സാധിക്കും. കാരണം നിങ്ങൾ നിരപരാധിയാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ ദൈവം പോലും നിങ്ങൾക്ക് കാത്തു വെച്ചിരിക്കുന്ന ഒരു കയ്യൊപ്പ്. കാരണം എൻ്റെ കേസിൽ വളരെ ദൈവം തന്നൊരു വലിയൊരു തെളിവാണ് എന്നെ രക്ഷപ്പെടുത്തിയത്. കാരണം എൻ്റെ കാറിൽ ഞാൻ സഞ്ചരിച്ചപ്പോഴാണ് ഈ സോക്കോൾഡ് കംപ്ലൈൻറ്റ് കൊടുത്ത കുട്ടി വിളിച്ച് എന്നോട് കാശ് ചോദിക്കുന്നു. ആ റെക്കോർഡിങ് എൻ്റെ ഡാഷ് ക്യാമറയിൽ അറിയാതെ, ദൈവം പോലും അറിയാതെ അതിൻ്റെ അകത്ത് വന്നു. അപ്പോൾ ഇത് ഈ പൈസ ചോദിച്ചതിന് എന്ത് തെളിവെന്ന് ആലോചിച്ചപ്പോൾ എൻ്റെ ഫോണിൽ കോൾ റെക്കോർഡിംഗ് ഇല്ല. ഞാനങ്ങനെ ആരുടെയും കോൾ റെക്കോർഡ് ചെയ്യുന്ന ആളല്ല. അപ്പം ലക്കിലി എന്നെ വണ്ടിയിലുണ്ടായിരുന്ന സമയത്ത് കോൾ വന്നതുകൊണ്ട് മാത്രം ഞാൻ രക്ഷപ്പെട്ടതാണ്. അല്ലെങ്കിൽ മാമിൻ്റെ കൂടെ ഞാനിപ്പോൾ ഇവിടെ നിന്ന് സംസാരിക്കാൻ പറ്റില്ലായിരുന്നു. കാരണം തെളിവ് കൊടുത്താലല്ലേ കോടതിയിൽ നമ്മളെ നിരപരാധിയാണെന്ന് പുറത്ത് വിടുകയുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് കൂടെ നിൽക്കുകയുള്ളൂ. പക്ഷേ ആ ഒരു തെളിവ് കൊടുക്കാൻ കൃത്യസമയത്ത് നമുക്ക് പറ്റിയതുകൊണ്ട് മാത്രമാണ്. ഇല്ലെങ്കിൽ നമ്മളുടെ കാര്യവും മറ്റുള്ള ആൾക്കാരെ പോലെ വളരെ മോശമായി മാറിയാണ്. അത് ദൈവത്തിൻ്റെ കയ്യൊപ്പൊക്കെ അവിടെയാണ്. നമ്മൾ പോലും അറിയാതെ നമ്മളെ പ്രതിയാക്കാൻ താല്പര്യപ്പെട്ടവരും അറിയാതെ ദൈവം ഒരു തെളിവ് അവിടെ ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഒന്നല്ല, ഒരുപാട് തെളിവുകൾ ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ആ തെളിവുകളെല്ലാം കൃത്യമായി ആലോചിച്ച് കണ്ടുപിടിച്ച് കൃത്യസമയത്ത് ഹാജരാക്കാൻ പറ്റിയതുകൊണ്ടാണ് നമ്മൾ രക്ഷപ്പെട്ടത്. ഈവൻ ഒരു അറസ്റ്റിലേക്ക് പോലും പോകാത്തതും, അല്ലെങ്കിൽ ഒരു ഇംപ്രസൺമെൻറ്റിലോട്ട് പോകാത്തതും ഒക്കെ അതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമ്മളുടെ നിയമം ആദ്യം ചെയ്യുന്നത് എന്താണ്, അവനെ പിടിച്ച് അകത്തിട്ടിട്ട് പിന്നെ നിരപരാധിയെ തെളിയിക്കുക. അതൊരു ഡ്രോബാക്ക് തന്നെയാണ് ഒരു പക്ഷേ ഇപ്പോൾ ഒരു പരിധിവരെ കോടതികൾ മാറി തുടങ്ങിയിട്ടുണ്ട്. കാരണം ഒരു കേസ് വന്നു കഴിഞ്ഞാൽ പ്രൈമ ഫേസ് അത് സത്യമാണെങ്കിൽ മാത്രമേ അവർ പതുക്കെ കസ്റ്റഡിയിലെടുക്കാനോ ഒക്കെ വരുന്നുള്ളൂ. ഇപ്പോൾ എൻ്റെ കേസിൽ തന്നെ ഇവർക്ക് അന്വേഷണം പ്രാഥമികമായി തന്നെ മനസ്സിലായി. അതുകൊണ്ട് ആ തെളിവുകൾ ഉണ്ടായിരുന്നുണ്ട്. അല്ലെങ്കിൽ ഞാൻ എങ്ങനെ അത് ഗ്ലോറിഫൈ ചെയ്യും, അല്ലെങ്കിൽ എങ്ങനെ ഞാനത് രക്ഷപ്പെടും? തെളിവുകളാണ് ഇവിടെ ഇമ്പോർട്ടൻറ്റ്. ഇതിനെക്കുറിച്ച് എല്ലാവർക്കും അറിയാത്ത കുറേ വിഷയങ്ങൾ ഇന്ന് തെളിവായിട്ട് എല്ലാവർക്കും അറിഞ്ഞു, എനിക്കും കൂടെ. ആൻഡ് ഐ എം വെരി ഹാപ്പി ഫോർ യു ആൻഡ് ഓൾ ദി ബെസ്റ്റ് ഇൻ യുവർ ലൈഫ്. എനിക്കും വളരെ സന്തോഷം അമ്മയുടെ കൂടെ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാനും. നമ്മളിങ്ങനെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നത്. ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ പോയിട്ടുണ്ട്. അതെ, തിരിച്ച് അമ്മയുടെ ആരോഗ്യവും എല്ലാം നന്നായിരിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ടു. താങ്ക് യു. സോ നമ്മുടെ മുകേഷ് നായർ കുറിച്ച് കുറേ വിഷയം നമുക്ക് ഇന്നേക്ക് അറിയാൻ പറ്റി. സോ നെക്സ്റ്റ് വേറെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളെ കാണാം. താങ്ക് യു, ബൈ. വെറും 7,990. കിടിലൻ ഓഫറുകൾ ഇടാൻ തുടങ്ങിയപ്പോൾ അത് കിടിലമണിയായിട്ട് 7,990 ഇട്ടിരിക്കുന്നത്. 365 ദിവസം നമുക്ക് ഓഫറുള്ള ഷോപ്പാണ് നിലമ്പൂർ ഫർണിച്ചർ മാർട്ട്, ഷൊർണൂർ, വെട്ടിക്കാട്ടിരി.